പരിശുദ്ധാത്മാവ് നമ്മളിൽ വസിക്കുന്നു എന്നുള്ള വലിയ ബോധ്യവും ആ പരിശുദ്ധാത്മാവ് നമ്മളെ ജ്വലിപ്പിക്കണം. നമ്മിൽ തന്നെ വസിക്കുന്ന പരിശുദ്ധാത്മാവ് നമ്മളിൽ വരദാനങ്ങളും ഫലങ്ങളും വരങ്ങളും എല്ലാം ഇങ്ങനെ ഫ്ലവറിങ് അപ്പ് ചെയ്യും, ഇങ്ങനെ ബ്ലോസമിങ്. ഈ ബ്ലോസമിങ് എന്നുള്ള ആശയം മനസ്സിൽ കാണുക. ഇപ്പോൾ നമ്മളൊരു മുട്ടായിട്ടായിരിക്കും ഇരിക്കുന്നത്, അതിങ്ങനെ വിടർന്ന് നാളെ ആകുമ്പോഴേക്കും കുറേ വിടരും. ഇന്ന് തന്നെ വിടർന്നിട്ടുണ്ടാവും കുറേ. അങ്ങനെ വിടരണം എല്ലാ ദിവസവും. അങ്ങനെ ഒരു കോൺസെപ്റ്റിലൂടെ നമ്മൾ പാടാം. ആത്മാവേ പരിശുദ്ധാത്മാവേ, ആത്മാവേ പരിശുദ്ധാത്മാവേ, എൻ ഹൃദയത്തിൽ വാഴും ആത്മാവേ, നിറയണമേ എന്നിൽ നിറയണമേ. ആത്മാവേ പരിശുദ്ധാത്മാവേ, ആത്മാവേ. എല്ലാവരും ദാഹത്തോടെ പരിശുദ്ധാത്മാവ് നമ്മിൽ ഹൃദയത്തിൽ വാഴും ആത്മാവേ, നിറയണമേ എന്നിൽ നിറയണമേ. Come Holy Spirit, take control. നിറഞ്ഞു കവിഞ്ഞൊഴുകണമേ, ജീവജലത്തിൻ നദിയായി നിറഞ്ഞു കവിഞ്ഞൊഴുകണമേ. സ്നേഹാഗ്നി ജ്വാലയായി എന്നിൽ കത്തിപ്പടരണമേ, സ്നേഹാഗ്നി ജ്വാലയായി എന്നിൽ കത്തിപ്പടരണമേ. ആത്മാവേ പരിശുദ്ധാത്മാവേ, ഒന്ന് സന്തോഷത്തോടെ ആത്മാവേ പരിശുദ്ധാത്മാവേ, ദൈവത്തിൻ ആലയം ഞാനല്ലോ, ദൈവത്തിൻ കൂടാരം ഞാനല്ലോ, ദൈവത്തിൻ ആലയം ഞാനല്ലോ, ദൈവത്തിൻ കൂടാരം ഞാനല്ലോ. ദൈവജനം നാം, ദൈവമകൻ ഞാൻ, ദൈവത്തിൻ ഓമനക്കുട്ടൻ ഞാൻ. ദൈവജനം നാം, ദൈവമകൻ ഞാൻ, ദൈവത്തിൻ ഓമനക്കുട്ടൻ ഞാൻ. ആത്മാവേ പരിശുദ്ധാത്മാവേ, ആത്മാവേ പരിശുദ്ധാത്മാവേ, ദൈവവും മനുഷ്യനും ഒന്നായ നിമിഷം പാപിയാം ഞാൻ ദൈവസുതനായി മാറി. ദൈവവും മനുഷ്യനും ഒന്നായ നിമിഷം പാപിയാം ഞാൻ ദൈവസുതനായി മാറി. പിതാവെന്നോടുകൂടെ പുത്രനെന്നോടുകൂടെ സ്വർഗരാജ്യം എന്നിൽ തന്നെ. പിതാവെന്നോടുകൂടെ പുത്രനെന്നോടുകൂടെ സ്വർഗരാജ്യം എന്നിൽ തന്നെ. ആത്മാവേ പരിശുദ്ധാത്മാവേ, എല്ലാവരും ആത്മാവേ പരിശുദ്ധാത്മാവേ, ദൈവാത്മാവെന്നിൽ നിറഞ്ഞപ്പോൾ ദൈവസ്നേഹം എന്നിൽ ചൊരിഞ്ഞപ്പോൾ, ദൈവാത്മാവെന്നിൽ നിറഞ്ഞപ്പോൾ ദൈവസ്നേഹം എന്നിൽ ചൊരിഞ്ഞപ്പോൾ, ദൈവാത്മാവെന്റെ ആത്മാവിൽ ലയിച്ചു. ആബാപിതാവെന്ന് ഞാൻ വിളിച്ചു. എല്ലാവരും ദൈവാത്മാവെന്നെ ആത്മാവിൽ ലയിച്ചു.
പിതാവെന്നു ഞാൻ വിളിച്ചു. ആത്മാവേ പരിശുദ്ധാത്മാവേ, ആത്മാവേ പരിശുദ്ധാത്മാവേ. കരങ്ങൾ അടിച്ചുകൊണ്ട് ജീവജലത്തിൻ അരുവിയായി നിറഞ്ഞു കവിഞ്ഞൊഴുകണമേ, ജീവജലത്തിൻ അരുവിയായി നിറഞ്ഞു കവിഞ്ഞൊഴുകണമേ. സ്നേഹാഗ്നി ജ്വാലയായി എന്നിൽ കത്തിപ്പടരണമേ, സ്നേഹാഗ്നി ജ്വാലയായി എന്നിൽ കത്തിപ്പടരണമേ. ജീവജലത്തിൻ അരുവിയായി നിറഞ്ഞു കവിഞ്ഞൊഴുകണമേ, ജീവജലത്തിൻ അരുവിയായി നിറഞ്ഞു കവിഞ്ഞൊഴുകണമേ. സ്നേഹാഗ്നി ജ്വാലയായി എന്നിൽ കത്തിപ്പടരണമേ, സ്നേഹാഗ്നി ജ്വാലയായി എന്നിൽ കത്തിപ്പടരണമേ. ജീവജലത്തിൻ അരുവിയായി നിറഞ്ഞു കവിഞ്ഞൊഴുകണമേ, ജീവജലത്തിൻ അരുവിയായി നിറഞ്ഞു കവിഞ്ഞൊഴുകണമേ. സ്നേഹാഗ്നി ജ്വാലയായി എന്നിൽ കത്തിപ്പടരണമേ, സ്നേഹാഗ്നി ജ്വാലയായി എന്നിൽ കത്തിപ്പടരണമേ. ജീവജലത്തിൻ അരുവിയായി നിറഞ്ഞു കവിഞ്ഞൊഴുകണമേ, ജീവജലത്തിൻ അരുവിയായി നിറഞ്ഞു കവിഞ്ഞൊഴുകണമേ. സ്നേഹാഗ്നി ജ്വാലയായി എന്നിൽ കത്തിപ്പടരണമേ, സ്നേഹാഗ്നി ജ്വാലയായി എന്നിൽ കത്തിപ്പടരണമേ. ജീവജലത്തിൻ അരുവിയായി നിറഞ്ഞു കവിഞ്ഞൊഴുകണമേ, ജീവജലത്തിൻ അരുവിയായി നിറഞ്ഞു കവിഞ്ഞൊഴുകണമേ. ജീവജലത്തിൻ അരുവിയായി നിറഞ്ഞു കവിഞ്ഞൊഴുകണമേ, ജീവജലത്തിൻ അരുവിയായി നിറഞ്ഞു കവിഞ്ഞൊഴുകണമേ. ജീവജലത്തിൻ അരുവിയായി നിറഞ്ഞു കവിഞ്ഞൊഴുകണമേ, ജീവജലത്തിൻ ഹല്ലേലൂയ 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 ഹല്ലേലൂയ. എല്ലാവരും തുറന്ന് സ്തുതിക്കുക. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. Praise you, Jesus. Thank you, Lord. Shalabala halabala halabala. Shalabala balabala 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 balabala. Shandala halabala halabala. Shalabala halabala halabala. Hallelujah, hallelujah, hallelujah. Hallelujah, hallelujah, hallelujah. Hallelujah. Continue, continue, continue. Continue, 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 continue. Shalabala halabala. Shalabala halabala. Hiriyalabala halabala. Hiriyalabala halabala. Shalabala halabala. Hala 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 hala. Very good. Praise the Lord. ഇരിക്കാം. ഇപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഇപ്പോൾ ഈ ഗ്രൂപ്പ് വർക്ക്ഷോപ്പിൽ ഉണ്ടായ പരിശുദ്ധാത്മാവ് എന്തെല്ലാം കാര്യങ്ങളാണ് നിങ്ങളോട് സംസാരിച്ചത്. വളരെ ബഹുമാനത്തോടു കൂടി നമ്മൾ അത് പറയണം, കേൾക്കണം. ഇപ്പം അപ്പസ്തോല പ്രവർത്തനത്തിൽ 13-ാം അധ്യായത്തിൽ 2-ാമത്തെ വചനം പറയുകയാണ്, അവർ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ പരിശുദ്ധാത്മാവ് അവരോട് പറഞ്ഞു, ശൗലിനെയും ബർന്നബാസിനെയും ഞാൻ ഉദ്ദേശിച്ച കാര്യത്തിന് മാറ്റി നിർത്തുക. നമ്മൾ ഉദ്ദേശിച്ചത് പരിശുദ്ധാത്മാവ് അവരോട് പറഞ്ഞു. അങ്ങനെ അപ്പസ്തോല പ്രവർത്തനങ്ങൾ ഏതാണ്ട് 40 സ്ഥലത്ത് പറയുന്നുണ്ട് പരിശുദ്ധാത്മാവ് അവരോട് പറഞ്ഞു. അതുപോലെ തന്നെയാണ് ഇപ്പോൾ നമ്മൾ ഓരോരുത്തരോടും സംസാരിച്ചത്. നമ്മളതിന് സന്ദേശം കിട്ടി എന്ന് പറയാതെ ആര് പറഞ്ഞു? പരിശുദ്ധാത്മാവ്. അങ്ങനെ ആ പരിശുദ്ധാത്മാവിൻ്റെ സ്വരം കേട്ടു, വിവിധ രീതിയിൽ കേട്ടു എന്നുള്ള ബഹുമാനത്തോടു കൂടി നിങ്ങൾ ഓരോരുത്തരും ഇത് പറയണം, അല്ലെങ്കിൽ ഗ്രൂപ്പ് ലീഡർ പറയണം. ആ പറയുന്ന സമയത്ത് നമുക്ക് ചിലപ്പോൾ വലിയ ഇഷ്ടമൊന്നും തോന്നിയിട്ടുണ്ടാവില്ല ചില കാര്യങ്ങൾ കേൾക്കുമ്പോൾ. ഇത് ക്ഷമയോടെ കേൾക്കണം. അതാണ് ക്ഷമയാണ്.
അതാണ്, ഇതൊരു ട്രെയിനിങ് ആണ്, ട്രെയിനിങ്. ഇപ്പോൾ ട്രെയിനിങ്ങിന് ഇപ്പോൾ നിങ്ങൾ ഡ്രൈവിംഗ് പഠിച്ചില്ലേ, ആ ഡ്രൈവർ മാസ്റ്റർ നിങ്ങളോട് ദേഷ്യപ്പെടാറുണ്ടോ? നന്നായിട്ട് ദേഷ്യപ്പെടാറുണ്ടായിരുന്നില്ലേ? ഇവിടെ പരിശുദ്ധാത്മാവ് ദേഷ്യപ്പെടില്ല, ക്ഷമയോടെ കേൾക്കണം. അങ്ങനെ ഓരോരുത്തർക്കും കിട്ടുന്ന സന്ദേശത്തിൽ അടങ്ങിയിരിക്കുന്ന ആ ആഴമായ ബോധ്യങ്ങൾ നമ്മൾ പഠിക്കണം. ഓഹോ, ഇങ്ങനെയും പരിശുദ്ധാത്മാവ് സംസാരിക്കുമല്ലേ, അങ്ങനെയും സംസാരിക്കുമല്ലേ. അങ്ങനെ ഇപ്പോൾ നമ്മുടെ സഭയിൽ കാനോനൈസ് ചെയ്ത വിശുദ്ധന്മാർ എത്ര പേരുണ്ടാവും ഉദ്ദേശം? നമുക്കൊരറിവില്ല. മില്യൺസ് ഉണ്ടാവുമായിരിക്കും, അല്ലെങ്കിൽ ഒരേ ആയിരക്കണക്കിന് പേരുണ്ടാവും. ഒരു 10,000 പേരെങ്കിലും ഉണ്ടെന്ന് വിചാരിച്ചോ. ഇവർ ഓരോരുത്തരിലും പരിശുദ്ധാത്മാവ് വ്യത്യസ്ത വരങ്ങളാണ് കൊടുത്തേക്കുന്നത്, ഇല്ലേ? ഏതെങ്കിലും ഒരു വിശുദ്ധൻ മറ്റേ വിശുദ്ധനെ പോലെയാണോ? അപ്പം അതിൽ നിന്നൊന്ന് മനസ്സിലാക്കിയ പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനത്തിൻ്റെ ഒരു വലിയ വെറാസിറ്റി, അത്രയ്ക്ക് വിശാലമായ രീതിയിൽ പരിശുദ്ധാത്മാവ് പ്രവർത്തിക്കുന്നുണ്ട്. പക്ഷെ നമ്മൾ ചില വിരളിലുണ്ടാവുന്ന ദാനങ്ങളെക്കുറിച്ച് മാത്രമേ ചിന്തിക്കാറുള്ളൂ. അഞ്ചാം അധ്യായത്തിൽ അപ്പസ്തോല പ്രവർത്തനം 5-ാം അധ്യായത്തിൽ 15-ാമത്തെ വചനത്തിൽ പറയാണ്, ജനങ്ങൾ ആ പ്രദേശത്തുള്ള രോഗികളെല്ലാം കൊണ്ടുവന്നു. പത്രോസ് നടക്കുമ്പോൾ പത്രോസിൻ്റെ നിഴലെങ്കിലും ഒന്ന് വീണാൽ ആ രോഗികൾ സൗഖ്യപ്പെടും. ഈ വരം നമ്മൾക്ക് വേണോ? മനസ്സിലാവുന്നുണ്ടോ? പത്രോസിൻ്റെ നിഴലെങ്കിലും ഒന്ന് വീണാൽ. അപ്പൊ ഇങ്ങനെയുള്ള ഇതുപോലെ ഒരുപാട് വരങ്ങൾ, നമ്മൾ അറിയാത്ത വരങ്ങളുണ്ട്. നമ്മളിൽ എന്താണ് പരിശുദ്ധാത്മാവ് തന്നിരിക്കുന്ന പ്രത്യേക വരം എന്നുള്ളത് കണ്ടുപിടിക്കുക എന്നുള്ളതാണ് നമ്മുടെ ഒരു പ്രധാന ചലഞ്ച്. അതുകൂടാതെ നമ്മളിൽ പ്രവർത്തിക്കുന്ന വരങ്ങൾ, അല്ലെങ്കിൽ നമ്മളിൽ ചില വരങ്ങൾ പ്രവർത്തിക്കാതിരിക്കുന്നത് ചില കാരണങ്ങളുണ്ടാകാം. ആ കാരണങ്ങളും കണ്ടുപിടിക്കുക എന്നുള്ളതൊക്കെയാണ് നമ്മുടെ. അപ്പം അതുകൊണ്ട് നമ്മൾ ശ്രദ്ധയോടെ കേൾക്കുകയും പരിശുദ്ധാത്മാവെ ഇതിൽ നിന്ന് എന്താണ് നമ്മൾ പഠിക്കാനുള്ളതെന്ന് പരിശുദ്ധാത്മാവിനോട് തന്നെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യുമ്പോൾ നമ്മൾക്ക് ഉൾക്കാഴ്ചകൾ കിട്ടും. ഓക്കെ, അപ്പോൾ ഗ്രൂപ്പ് നമ്പർ 1 ലീഡർ വന്ന് ഇവിടെ അവതരിപ്പിക്കാം. കം. പേരും നാടൊക്കെ ഒന്ന് പറഞ്ഞോളൂ. എൻ്റെ പേര് റോസാൻ, ചെന്നൈയിലാണ് താമസിക്കുന്നത്. പ്രൈസ് ഗോഡ്. ഞങ്ങളുടെ ഗ്രൂപ്പിൽ 6 പേരാണ് ഉണ്ടായിരുന്നത്. അനു, ലിൻസി, ജോസേട്ടൻ, ഷേർലി ചേച്ചി, സുനിൽ സാറും ഞാനും. ആദ്യം അനുവിന് വേണ്ടിയിട്ടാണ് പ്രാർത്ഥിച്ചത്. പരിശുദ്ധാത്മാവ് ആദ്യമേ തന്നെ കാണിച്ചത് അനു എഴുതണതായിട്ട്, അങ്ങനെ 2 മെസ്സേജ് വന്ന് കൺഫർമേഷനായിട്ട് എന്തോ എഴുതണതായിട്ട്, അപ്പോൾ ഒരു വിഷനായിട്ടാണ് കിട്ടിയത്. അതുപോലെ ഗോ ആൻഡ് പ്രൊക്ലെയിം ഒരു പ്രോഫസി ആയിട്ട് ഷേർലി ചേച്ചിക്ക് കിട്ടി. പിന്നെ നേഴ്സിൻ്റെ ഡ്രസ്സ് ഇട്ട് നിൽക്കണം, അങ്ങനെ ഒരു വിഷൻ വന്നു. ഈ പ്രൊക്ലമേഷൻ പ്രോഫസിയുടെ കൺഫർമേഷനായിട്ട് ഒരു തോക്ക് ആദ്യം കാണിച്ചു. പിന്നെ മനസ്സിലായി അതൊരു കൺഫർമേഷൻ, അപ്പോൾ ഒരു തീ ആയിട്ടോ പ്രൊക്ലമേഷൻ ആ ഒരു കാരിസമായിട്ട് ആ പ്രോഫസിയുടെ സ്ഥിരീകരണമാണെന്ന് മനസ്സിലായി. പിന്നെ പരിശുദ്ധാത്മാവ് വെളിപ്പെടുത്തിയ ഒരു വിഷനായിട്ട് മണ്ണിൽ എഴുതുന്നതായിട്ട് പുതിയ കാര്യം എന്തോ തുടങ്ങുന്നു എന്നാണ് മനസ്സിലായത്. പിന്നെ കണ്ടത് ഒരു വിഷനായിട്ട് കണ്ടത്, ആദ്യം കണ്ടെങ്കിൽ എനിക്ക് അത് കിട്ടി, ഞാനത് പറയാണ്ടിരിക്കുക, എനിക്ക് തോന്നിയതാന്ന് കരുതി. ഒരു റെഡ് ഷൂസ്, ഒരു പ്രത്യേക തരത്തിലുള്ള ഷൂസ് വിഷനായിട്ട് കണ്ടു. ഞാനത് മടിച്ചിരുന്ന് പറഞ്ഞ സമയത്ത് അതിൻ്റെ കൺഫർമേഷനായിട്ട് സുവിശേഷം പ്രഘോഷിക്കുന്നവരുടെ പാദരക്ഷകൾ എത്ര മനോഹരം എന്നുള്ള ആ വചനം അപ്പം തന്നെ മറ്റൊരാൾക്ക് കിട്ടി. അപ്പം നമുക്കത് കൺഫർമേഷനായി.
അതിൻ്റെ ഒപ്പം തന്നെ ക്രൗൺ വെച്ച് കൊടുക്കുന്നതായിട്ട് ഉള്ളൊരു വിഷനും വന്നു. അടുത്തതായിട്ടൊരു വിഷൻ കിട്ടിയത്, ഇതെല്ലാം അനുവിന് വേണ്ടിയിട്ടാണ്. ഭംഗിയുള്ളൊരു വീട്, ഒരു സ്വപ്ന ഭവനം എന്നൊക്കെ പറയുന്ന പോലത്തെ കാറ്, അനുവിൻ്റെ കാർ ഇങ്ങനെ ഗേറ്റ് തുറന്ന് കിടക്കുന്നതായിട്ട് അങ്ങനെ ഒരു വിഷൻ. പിന്നെ ഡിസേൺമെൻറ്റ് ഫോർ വിഷൻ ആണ്. അപ്പം കൂടുതലും സുനിൽ സാറിനും ജോസേട്ടനും ആണ് വിഷൻസ് കിട്ടിയിരുന്നത്. അപ്പോൾ അവർക്ക് കൂടുതലും വിഷനുള്ള ഡിസേൺമെൻ്റ് ഉണ്ട് എന്നുള്ളൊരു കാര്യം മനസ്സിലായി. ഒരു വചനം കിട്ടിയത് യെശയ്യാ 43:1 മുതൽ 4 വരെയുള്ള നീ എനിക്ക് വിലപ്പെട്ടവനും പ്രിയങ്കരനുമാണ് ലെൻസിക്ക് കിട്ടിയതാണത്. ലാസ്റ്റായിട്ട് ഒരു കാര്യം വിഷനായിട്ട് കിട്ടിയത്, ഒരു മോസ്കിറ്റോ നെറ്റ് ഉണ്ട്, പക്ഷെ എന്നാലും ഓരോ കൊതുകുകൾ അകത്ത് കയറുന്നുണ്ട്. അപ്പം ഒരുപാട് കാര്യങ്ങളൊക്കെ ഈശോയുടെ കൂടെ ഇരുന്ന് ചെയ്യുന്നുണ്ടെങ്കിലും എവിടെയോ ഒരു ശ്രദ്ധ കൊടുക്കേണ്ടതായിട്ടുണ്ട്. കാര്യം കൊതുക് പിന്നെയും ഉള്ളിൽ കയറുന്നതായിട്ടാണ് മനസ്സിലായത്, എവിടെയോ ഒരു ചെറിയ ഗ്യാപ്പ് ഉള്ളതായിട്ട്. ഒരു കാര്യം കൂടെ കേട്ടത്, പഴയ സാധനങ്ങൾ ഇങ്ങനെ വിഷനിൽ കണ്ടു, അപ്പോൾ ഉപയോഗിക്കാത്ത കാരിസംസ് ആവാം എന്ന് ഒരു അതിൽ നിന്ന് മനസ്സിലായത്. ഇത്രയാണ് അനുവിന് കിട്ടിയത്. അടുത്തത് ലിൻസിക്ക് വേണ്ടിയാണ് പ്രാർത്ഥിക്കാൻ തുടങ്ങിയപ്പോൾ തന്നെ പരിശുദ്ധാത്മാവ് വെളിപ്പെടുത്തിയത്, അവിടുത്തെ നോക്കിയവർ പ്രകാശിതരായി എന്നുള്ള ആ വചനവും കിട്ടി. നല്ല മുല്ലപ്പൂവിനെ കാണിച്ചിട്ട് ഭയങ്കര പരിമളം പരത്തുന്നതായിട്ട്. അപ്പോൾ അതിന് കൺഫർമേഷൻ 2-3 തരത്തിൽ വന്നു. ഉടനെ തന്നെ ബ്യൂട്ടിഫുൾ റെഡ് റോസസ് എന്ന് പറഞ്ഞ് വേറൊരാൾക്ക് കിട്ടി. ഒപ്പം തന്നെ സൗരഭ്യം 2 കൊറിന്തോസ് 2-14 മുതൽ 16 വരെയുള്ള സൗരഭ്യത്തിൻ്റെ, എനിക്ക് വചനം കൃത്യം അറിയില്ല, ഞാൻ നോട്ട് ചെയ്ത് വചനത്തിൻ്റെ നമ്പർ നോട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം റിലേറ്റഡ് ആയിട്ടുള്ളതാണ് കൺഫർമേഷനായി. ഓട്ടോമാറ്റിക് ആയിട്ടുള്ള ഒരു വണ്ടി ഓടിക്കാനായിട്ട് അടുത്തൊരു വിഷനായിട്ട് കിട്ടി. അത് നല്ല സ്പീഡിൽ ദൈവരാജ്യത്തിന് വേണ്ടിയിട്ട് ശുശ്രൂഷ ചെയ്ത് നല്ല സ്പീഡിൽ പോകുന്നതായിട്ടാണ് ആ വിഷനിൽ മനസ്സിലാക്കിയത്. ഒരു വചനവും കിട്ടി, ജോഷുവ 1:9, ശക്തനും ധീരനുമായിരിക്കുക എന്നുള്ള വചനം. അടുത്തത് ഹോളി സ്പിരിറ്റ് റിവീൽ ചെയ്തത് ഒരു താമര, ഇങ്ങനെ റൂട്ടഡ് ആയിട്ട് നിൽക്കുന്ന ഒരു താമര. അപ്പോൾ ചേച്ചി അത് ഹെൽപ്പ് ചെയ്യായിരുന്നു അത് മനസ്സിലാക്കാനായിട്ട്. ഈ ചെളി നിറഞ്ഞ അല്ലെങ്കിൽ എർത്തിലി ഈ വേൾഡ്ലി ലൈഫിൽ ബ്യൂട്ടിഫുൾ ഹോളി ആയിട്ടുള്ള തെളിഞ്ഞു നിൽക്കുന്നതായിട്ട് അങ്ങനെ ഒരു സോളായിട്ട്. പിന്നെ ഈശോ ഇങ്ങനെ സ്വർഗത്തിൽ ഒത്തിരി നിക്ഷേപം ഒരുക്കി, ഓരോ പ്രവർത്തികളിലൂടെ സ്വർഗത്തിൽ ഒത്തിരി നിക്ഷേപം ലെൻസി ഒരുക്കി വെക്കുന്നതായിട്ട്, പ്രതിഫലം എല്ലാം സ്വർഗത്തിലെ നിക്ഷേപങ്ങളായിട്ട് അങ്ങനെ ഒരു ബോധ്യം കിട്ടി. അടുത്തൊരു വചനം, ഈ വചനങ്ങളൊന്നും എഴുതി കാണിച്ചതല്ല, ആ വചനം ഇങ്ങനെ വരികയായിരുന്നു. ആക്ട്സ് 4:31, ധൈര്യപൂർവ്വം ദൈവവചനം പ്രസംഗിക്കാനായിട്ട് അങ്ങയുടെ കൈകൾ നീട്ടണേന്നുള്ള ആ വചനം. പിന്നെ ഒരു വിഷൻ വന്നത്, കണ്ണാടിയിൽ ഇങ്ങനെ നോക്കി ഓരോ പ്രാവശ്യവും മുഖം കഴുകി കണ്ണാടി നോക്കുമ്പോൾ കണ്ണാടിയിൽ ഈശോയുടെ രൂപം കാണുന്നതായിട്ട്. അപ്പോൾ ഈശോയോട് പ്രാർത്ഥിക്കാനായിട്ടുള്ള ഒരു ഓർമ്മപ്പെടുത്തലായിട്ട് അതെടുക്കണം എന്നുള്ള ഒരു ബോധ്യം. പിന്നെ ഹബക്കുക്ക് 3:19 വചനം, കർത്താവായ ദൈവമാണ് എൻ്റെ ബലം എന്നുള്ള ആ വചനം കിട്ടുകയാണ് ചെയ്തത്, എഴുതി കാണിക്കുകയല്ല. പിന്നെ ഔസേപിതാവിനോട് തളിർത്ത വടി കാണിച്ചിട്ട് രഞ്ജിത്തിന് വേണ്ടിയിട്ട് ഔസേപിതാവിൻ്റെ മധ്യസ്ഥം തേടി പ്രാർത്ഥിക്കണം എന്ന ആ ഒരു സന്ദേശം കിട്ടി. അവസാനമായിട്ട് ഈ കിട്ടിയ വചനം അപ്പോസ്തല പ്രവർത്തനം 1-8 തിരുവചനം. അടുത്തത് ജോസിയേറ്റിന് വേണ്ടി പ്രാർത്ഥിച്ച്, ഫിലിപ്പി 4:19, നിന്റെ ദൈവം തൻ്റെ മഹത്വത്തിൻ്റെ സമ്പന്നതയിൽ നിന്ന് നിനക്ക് ആ വചനമാണ് വന്നത്. പിന്നെ ധൈര്യമായിരിക്കുക ഞാനിവിടെയുണ്ട്, ജോഷുവ 6:20 ആ വചനവും മനസ്സിലേക്ക് വന്നു. പിന്നെ അപ്പോസ്തല പ്രവർത്തനം 4:31, അങ്ങനെ 3-4 വചനങ്ങൾ കിട്ടി. ഗിഫ്റ്റ് ഓഫ് പ്രൊക്ലമേഷൻ, അത് 2-3 പ്രാവശ്യം പലർക്കായിട്ട് കിട്ടി. ആ ഒരു വരം ഉള്ളതായിട്ട് പരിശുദ്ധാത്മാവ് ബോധ്യപ്പെടുത്തി. പാട്ടുപാടി മുമ്പത്തേലും ശക്തമായിട്ട് ശുശ്രൂഷകൾ ഓടി നടന്ന് ചെയ്യുന്നതായിട്ട് അങ്ങനെ ഒരു ബോധ്യവുമായിട്ടും വിഷനായിട്ടും വന്നു. ലിൻസിക്ക് ആ സമയത്ത് ഇവിടുന്ന് തുടങ്ങി ഇവിടുന്ന് ഇങ്ങനെ ഒരു വേദനയോ തരിപ്പോ പോലെ ഇങ്ങനെ. അപ്പം ജോസേറ്റിനോട് ആദ്യം ചോദിച്ചത് തലവേദന ഉണ്ടെന്ന് വെച്ചപ്പോൾ ഇല്ലയെന്ന് പറഞ്ഞു. പക്ഷെ കൂടുതൽ ചോദിച്ചു വന്നപ്പോഴാണ് മനസ്സിലായത് ആങ്സൈറ്റി, ഒരുപാട് തലയിൽ ഭാരങ്ങൾ വെക്കുന്നതായിട്ട്. അപ്പോൾ അത് നമ്മൾ പ്രാർത്ഥിച്ചും ചോദിച്ചും വന്നപ്പോഴാണ് മനസ്സിലായത് ഒത്തിരി ഇങ്ങനെ ടെൻഷൻസ് എടുക്കുന്ന ആളാണ്. അപ്പോൾ അതാണ് ആദ്യം ക്ലിയർ ആയില്ലെങ്കിലും ആ വേദനയോ തരിപ്പോ പോലെ കാണിച്ചത് തലയിൽ ഭാരങ്ങൾ, ആങ്സൈറ്റിയും ആങ്ഷ്യസും ഒക്കെ ആവണത് കൊണ്ട് അത് കാണിച്ചു കൊടുത്തതാണ്.
ഗിഫ്റ്റ് ഓഫ് ഹീലിങ്ങും. പിന്നെ ഏഷ്യ 45 2 മുതൽ 3 വരെയുള്ള വചനങ്ങൾ. ഞാൻ നിനക്ക് മുമ്പേ പോയി മലകൾ നിരപ്പാക്കും എന്നുള്ള വചനം. ഭയത്തിൻ്റെ മേഖല, ചെളിയിൽ വീഴാൻ പോകുന്നു, അത് ഈ ആങ്സൈറ്റി ആയിട്ട് ബന്ധപ്പെട്ട് ആ ഒരു വെളിപ്പെടുത്തലും കൂടെ കിട്ടി. പിന്നെ നാദ നിനക്കായി പാടി പാടി എന്നുള്ള ആ പാട്ട് ഒരാൾക്ക് വന്നു. പിന്നെ ഹെബ്രായർ 12:2 ലുക്ക് ടു ജീസസ്, എല്ലാ ആങ്സൈറ്റിയുടെ സമയത്തും ഈശോയിലേക്ക് നോക്കാനായിട്ട്, അങ്ങനെ ഒരു വെളിപ്പെടും. പിന്നെ പുതിയ കൃപകൾ ഒത്തിരി ഒരുക്കി വെച്ചിരിക്കുന്നു, അതെല്ലാം സ്വീകരിക്കാനായിട്ടൊരു ബോധ്യമായിട്ട്. ഇത്രയാണ് ജോസിയേട്ടന് കിട്ടിയത്. പിന്നെ അടുത്തത് സുനിൽ സാറിന് വേണ്ടി പ്രാർത്ഥിച്ചു. ആദ്യമേ തന്നെ ചിറകുകൾ, ഇങ്ങനെ ചിറകുകളുടെ ഒരു വിഷനാണ് വന്നേ. ഉടനെ തന്നെ അതിൻ്റെ കൺഫർമേഷനായിട്ട് ഒരു പാട്ട് മറ്റൊരാൾക്ക് വന്ന്, ചിറകുള്ള ആത്മാവേ എന്നുള്ള ആ പാട്ട് ബോധ്യം വരിക ചെയ്തേ. പിന്നെ പരിശുദ്ധാത്മാവ് ഒരു വചനത്തിലൂടെയും സ്ഥിരീകരണം തന്നത് ഏഷ്യ 40:31 കഴുകന്മാരെ പോലെ ചിറകടിച്ചു വരും എന്നുള്ള ആ വചനവും. അപ്പോൾ ഇതെല്ലാം കണക്റ്റഡ് ആയിട്ടും കൺഫർമേഷനായിട്ടും വന്നു. പ്രൊക്ലെയിം വിത്ത് പവർ. അടുത്ത വിഷൻ കിട്ടിയത് ഒരു കണ്ണാടി, നല്ല ക്ലാരിറ്റിക്കുള്ള ഒരു കണ്ണാടി. അതിൽ കണ്ണാടിയുടെ ഉള്ളിലൊരു വട്ടം വരച്ച് സൂക്ഷ്മതയോടെ ഒരു വിഷൻ ഡിസേൺമെൻ്റ് ആണെന്നാണ് മനസ്സിലായത്. പിന്നെ ഒരു സമൂഹത്തെ പെട്ടെന്ന് ചൂട് പിടിപ്പിക്കാനുള്ള ഒരു ഗിഫ്റ്റ്. അടുത്തതായിട്ട് ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ട് എന്നുള്ള ആ ഒരു വചനം. പിന്നെ പരിശുദ്ധ അമ്മയുടെ സാന്നിധ്യം വിഷനായിട്ട് കിട്ടി. കാലുകൾ ഓടുന്നതിന് ശക്തി കൂടുന്നു, അത് കാലുകൾ ഇങ്ങനെ ചലിക്കുന്ന വിരലുകൾ പോലെ നമുക്ക് ഫീൽ ചെയ്യുക ചെയ്തേ ഒരാൾക്ക്. സുനിൽ സാറിന് വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ ഇത്രയാണ് സുനിൽ സാറിൻ്റെ വേണ്ടി കിട്ടിയ ബോധ്യങ്ങൾ. പിന്നെ അടുത്തത് എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ച്, അതിൽ ലോർഡ് ദ ഗോഡ് ഇസ് മൈ സ്ട്രെങ്ത്, ആ ഒരു വചനം. പിന്നെ വേർഡ് ഓഫ് ഗോഡ് പഠിപ്പിക്കാനുള്ള ഒരു ഗിഫ്റ്റ് ഉണ്ടെന്ന് വെളിപ്പെടുത്തി കിട്ടി. വിഷൻ കിട്ടിയത് ഒരു ബർഗറാണ് കാണിച്ച്, പല ലെയർ ഉള്ളത്. അപ്പോൾ വെറൈറ്റി ഓഫ് ഗിഫ്റ്റ്സ് എന്നാണ് മനസ്സിലായത് അതിൽ നിന്ന്. പിന്നെ ഒരു വിഷൻ കിട്ടിയത് കുറേ ഫ്ലൈറ്റുകൾ ഇങ്ങനെ വെയിറ്റ് ചെയ്ത് കിടക്കണു. അതിൻ്റെ ഒപ്പം തന്നെ അതിന് റിലേറ്റഡ് ആയിട്ട് ഒരെണ്ണം കിട്ടിയത് ഒരു ഫ്ലൈറ്റിൻ്റെ പൈലറ്റ് സീറ്റിൽ ഇരിക്കുന്നതായിട്ട് ഒരു വിഷൻ ഉണ്ടായിരുന്നു. പിന്നെ തലവേദന, അതെന്താന്ന് ക്ലാരിറ്റി കിട്ടിയില്ല, തലവേദന ഉള്ളതായിട്ട് ഒരു ചേച്ചിക്ക് ഇങ്ങനെ വന്നു. തിന്മ കാണാതെ കാക്കണേ എന്ന ഒരു പ്രോഫസി, കണ്ണുകളുടെ കണ്ണടക്കത്തിനായിട്ട്. പിന്നെ ഇംഗ്ലീഷ് മൂവീസൊക്കെ കാണുമ്പോൾ അപ്പോൾ ആർക്കാണ് ഇംഗ്ലീഷ് മൂവി അങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ പിള്ളേർ മോനൊക്കെ കാണാറുണ്ട്, അപ്പോൾ പ്രാർത്ഥിക്കാനായിട്ട് പറഞ്ഞിങ്ങനെ കണ്ണടക്കത്തിനായിട്ട് തിന്മ കാണാതെ കാക്കണേന്ന് പ്രാർത്ഥിക്കാൻ. പിന്നെ കുരിശ് ഇട്ടേക്കനായിട്ട്, ഇപ്പോൾ കൊന്തയിട്ടിട്ടുണ്ടോ എന്ന് ചോദിക്കായിരുന്നു, അപ്പം കൊന്തയുണ്ട്, അപ്പോൾ കുരിശൊരു പ്രൊട്ടക്ഷനായിട്ട്, അപ്പം കുരിശിൻ്റെ പ്രൊട്ടക്ഷൻ എടുത്ത് പ്രാർത്ഥിക്കാം, അങ്ങനെ ഒരു വിഷൻ. പിന്നെ പുറം വേദന, അത് ഹീലിംഗ് വരാമെന്ന് മനസ്സിലായി. ആർക്കാ പുറം വേദന എന്ന് വെച്ചപ്പോൾ എനിക്കല്ല, എൻ്റെ മോന് കുറച്ച് ദിവസമായിട്ട് നല്ല ബാക്ക് പെയിൻ ഉണ്ട്, അപ്പോൾ ഗിഫ്റ്റ് ഓഫ് ഹീലിംഗ് ഉണ്ട് എന്ന് തിരിച്ചറിഞ്ഞു. പിന്നെ പച്ചമരുന്നുകൾ മനസ്സിലേക്ക് വന്നു എന്ന് പറഞ്ഞു വിഷനായിട്ട്, അതും മനസ്സിലായില്ല എന്താ അത് കാണിച്ചെന്നുള്ളത്. പിന്നെ ലൂക്ക് 1:35 ആ ഒരു വചനം മനസ്സിലേക്ക് വന്നു. അടുത്തത് ഷേർലി ചേച്ചിക്ക് വേണ്ടി പ്രാർത്ഥിച്ച്, കർത്താവിൻ്റെ നാമത്തിൽ വരുന്നവൻ അനുഗ്രഹീനല്ലോ, ആ വേഴ്സാണ് വന്നത്. പിന്നെ കാണിച്ചത് കുറേ കോടി ഡ്രസ്സുകൾ. അപ്പം അതിൽ നിന്ന് ചേച്ചി ഇങ്ങനെ ചൂസ് ചെയ്യുക, അപ്പം പുതിയ ഗിഫ്റ്റ്സ്, പുതിയ വരങ്ങൾ ഈശോ കൊടുക്കുന്നതായിട്ട് പുതിയ കാരിസംസ് കൊടുക്കുന്നതായിട്ട്. പിന്നെ ഒരു പേപ്പർ ആരോ ഒത്തിരി ദൂരം, അതിൻ്റെ സൂപ്പർ നാച്ചുറൽ ഡിസ്റ്റൻസിലേക്ക്, നമ്മൾ മാനുഷികമല്ലാത്ത അത്രയും ഡിസ്റ്റൻസിലേക്ക് ആ ആരോ ചെന്ന് വീഴുന്നതായിട്ട്, അത് പ്രൊക്ലമേഷൻ റീച്ചിങ് വെരി ഫാർ ഓഫ് എന്നാണ് മനസ്സിലാക്കി തന്നത് ഹോളി സ്പിരിറ്റ്. പിന്നെ കൈപ്പത്തിയിൽ 2 പേർക്ക് ഒരേ സമയത്ത് തന്നെ വേദന വന്നപ്പം ചേച്ചി ഹീലിംഗ് ആണെന്ന് മനസ്സിലായി. ചേച്ചിക്ക് വേദന ഇടയ്ക്ക് വരാറുണ്ട് കമ്പ്യൂട്ടറിലൊക്കെ ഒത്തിരി വർക്ക് ചെയ്യുമ്പോൾ എന്ന് മനസ്സിലായി. ഏഷ്യ 43:13 വേർഡ് ഓഫ് ഗോഡ്, ഞാൻ നിന്നെ ശക്തിപ്പെടുത്തും സഹായിക്കും എന്നുള്ള ആ വചനം. പിന്നെ ഒരു റെഡ് അരപ്പട്ട കാണിച്ചു, റോയൽ ഒരു സിഗ്നിഫിക്കൻസ് ഉള്ളൊരു റെഡ് അരപ്പട്ട. പിന്നെ സ്റ്റിക്ക്, ചേച്ചിയുടെ ഇപ്പോഴത്തെ സ്റ്റിക്ക് മാറ്റി നടക്കുന്നതായിട്ടൊരു പ്രോഫസി പോലെ ആ ഒരു വിഷനും വന്നു. പിന്നെ ഒരു ടിക്ക് മാർക്ക് കാണിച്ചു, അത് ക്ലിയർ ആയില്ല എന്താന്ന്. നിനക്ക് പകരം ജനതകളെയും, ആ ഏഷ്യ 41:1 മുതൽ 4 വരെയുള്ള വചനങ്ങൾ വീണ്ടും കിട്ടി. പിന്നെ ആക്ട്സ് 13:2, 5:15
അല്ല സോറി, അത് രണ്ടുമില്ല. ഇത്രയാണ് കേട്ടോ ഹെൾ ചേച്ചിക്ക് വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ കിട്ടിയത്. വെരി ഗുഡ്, താങ്ക് യു, വെൽ ഡൺ. താങ്ക് യു. ഇപ്പം ഇത് എല്ലാം ക്ലിയർ ആവണമെന്നില്ല നമ്മൾ ആദ്യത്തെ ഒരു എഫർട്ടിൽ കേട്ടോ. ഒരുപാട് കാര്യങ്ങൾ സാവധാനം ക്ലിയർ ആവും, ഒരുപാട് കാര്യങ്ങളുടെ ഇൻ്റർപ്രിറ്റേഷൻ പിന്നെ നമുക്ക് മനസ്സിലാവും, ഓ അതിൻ്റെ ഇൻ്റർപ്രിറ്റേഷൻ അങ്ങനെയല്ല ഇങ്ങനെയാണ്. സോ ദാറ്റ്സ് ഓൾ വി ആർ ഗോയിങ് ടു ലേൺ. ഓക്കെ, സോ ഇനി അടുത്ത ഗ്രൂപ്പിൻ്റെ ലീഡർ, ഗ്രൂപ്പ് നമ്പർ 2. പ്രിയപ്പെട്ടവരെ, വിശംസായിക്ക് സ്തുതിയായിരിക്കട്ടെ. ഞാൻ കോട്ടയത്ത് നിന്ന് ജോബി, ഞാനും അനുവുമുണ്ട് കോട്ടയത്ത് നിന്ന്. ഞങ്ങളുടെ ഗ്രൂപ്പ് നമ്പർ 2 ഞാൻ ഉൾപ്പെടെ 7 മെമ്പേഴ്സ് ഉണ്ടായിരുന്നു. സജു മാഷ്, ബോബി, ഡെന്നിസ്, മഞ്ജു ചേച്ചി, മിരിയൻ്റെ അമ്മച്ചി, അതുപോലെ തന്നെ മാർട്ടിൻ ചേട്ടൻ. ഞങ്ങൾ പ്രാർത്ഥന തുടങ്ങി. ആദ്യം തന്നെ എന്നെ ലീഡറായിട്ട് ഇവരങ്ങ് പ്രഖ്യാപിച്ചു. അതുകൊണ്ട് തന്നെ ആദ്യത്തെ പ്രാർത്ഥന എനിക്ക് കിട്ടുമെന്ന് ഇവർ പറഞ്ഞു. എനിക്ക് വേണ്ടി അവർ പ്രാർത്ഥിച്ചു. അപ്പോൾ ഈ പ്രാർത്ഥനയിൽ എൻ്റെ അനുഭവം പറഞ്ഞുകൊണ്ട് തന്നെ ഞാനൊന്ന് തുടങ്ങുകയാണ്. ഞങ്ങൾ ഒരിക്കൽ നമ്മുടെ ആദ്യത്തെ മദേഴ്സ് കോൺഫറൻസിന് മുമ്പായി നമ്മൾ കോട്ടയത്ത് എൻജി സർമി നമ്മൾ ഒരുമിച്ചൊരു പ്രാർത്ഥനയിൽ ഒരുമിച്ചു. അപ്പോൾ അന്നൊക്കെ എല്ലാവരും ഇതുപോലെ സ്തുതിക്കുന്നു, പ്രാർത്ഥിക്കുന്നു, അതുപോലെ തന്നെ വിഷൻസ് പറയുന്നു. ഇതെല്ലാം പറഞ്ഞപ്പോൾ എൻ്റെ മനസ്സിൽ കുറേ നേരമായിട്ട് വരുന്നൊരു കാര്യം ഉണ്ടായിരുന്നു. ഇങ്ങനെ ഞാൻ വലിയൊരു ദീപശിഖ പ്രയാണം കാണുകയാണ്. ദീപശിഖയല്ല, ദീപശിഖ മുമ്പിലുണ്ട്, അതിന് പിന്നിൽ വലിയൊരു പ്രയാണമാണ്. അപ്പോൾ ഇത് എന്താ വിഷനാണെന്നോ ഒന്നും പറയാൻ എനിക്കറിയില്ല. ശരി, അത് പക്ഷേ എനിക്ക് പറയാൻ മടിയായിരുന്നു. എന്താണ് എനിക്ക് മനസ്സിലായിട്ടില്ല ഇതെന്താണെന്ന്. ഞാൻ പറഞ്ഞിട്ടില്ല, ഇന്നേ വരെ പറഞ്ഞിട്ടുമില്ല. പക്ഷെ അതിനുശേഷം ഈ മദേഴ്സ് കോൺഫറൻസ് എന്ന് പറയുന്ന ഒരു പ്രോഗ്രാം, തുടർന്ന് ഫാദേഴ്സ് കോൺഫറൻസ്, കപ്പിൾസ് മീറ്റ്, അങ്ങനെ ധാരാളം പരിപാടികളുമായി തമ്പുരാൻ നമ്മളിങ്ങനെ മുമ്പോട്ട് നയിച്ചുകൊണ്ടിരിക്കുകയാണ്. തീർച്ചയായും കർത്താവിന് മഹത്വം ഉണ്ടാകട്ടെ. അത്തരത്തിലുള്ള ഒരു അനുഭവത്തിലൂടെ എന്നെ കടത്തിവിട്ടപ്പോൾ എനിക്ക് മനസ്സിലായ ഒരു കാര്യം എന്ന് പറയുന്നത് ഇതാണ്: തമ്പുരാന്റെ വഴികൾ പ്രത്യേകമായി ചിലരെ നിയോഗിച്ചിട്ടുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും ആ വഴിയിലൂടെ സഞ്ചരിക്കാനും മുന്നേറാനുമായിട്ട് തമ്പുരാൻ നമ്മൾ ഒരുക്കിക്കൊണ്ടിരിക്കുകയാണ്. അക്കാരണത്താൽ തന്നെയാണ് ഇന്നത്തെ ഈ ഒരു ഗ്രൂപ്പിങ്ങിലേക്ക് നമ്മളെല്ലാവരും ഒരുമിച്ച് ചേർത്തത്. അപ്പം അതുമായി ബന്ധപ്പെട്ട് ഞങ്ങളുടെ പ്രാർത്ഥനയിൽ ഉരുത്തിരിഞ്ഞു വരുന്നൊരു കാര്യം, ആദ്യം തന്നെ എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. അപ്പോൾ പ്രാർത്ഥിച്ചപ്പോൾ സജുമാഷിന് കിട്ടിയൊരു ദർശനം ഇതായിരുന്നു: വലിയൊരു ചാരുകസേര അതിൽ ഇങ്ങനെ കിടക്കുകയാണ്. അത് ആരാണോ എന്നറിയില്ല, ഇങ്ങനെ കിടക്കുകയാണ്. പക്ഷെ അതിന് മുകളിൽ വലിയൊരു വൈറ്റ് ബോർഡ് ഇങ്ങനെ വെച്ചിട്ടുണ്ട്. ആ വൈറ്റ് ബോർഡ് ഇങ്ങനെ തുടർന്ന് ഇങ്ങനെ എന്ത് ചെയ്യണമെന്നറിയില്ല, വൈറ്റ് ബോർഡ് ഇങ്ങനെ തുറന്നു വെച്ചിരിക്കുകയാണ്. അതിൽ റൈറ്റിങ്ങിന് ഉപയോഗിക്കാം എന്തോ അങ്ങനെ അതാണ് നിങ്ങൾക്ക് ആദ്യമായിട്ട് വന്നത്. അപ്പോൾ ഇതേ സമയത്ത് തന്നെ എനിക്ക് ഒരു കണ്ട ഒരു വിഷൻ എന്ന് പറയുന്നതാണ്, മുകളിൽ നിന്ന് 2 വലിയ കണ്ണുകൾ ഇങ്ങനെ തുറന്നിരിക്കുന്നു. കുറച്ച് കഴിയുമ്പോഴേ കണ്ണുകളിൽ നിന്ന് ഇങ്ങനെ ശക്തമായ പ്രകാശം ഇങ്ങനെ വരുന്നത്. പ്രകാശം വരുന്നത് വെച്ച് കഴിഞ്ഞാൽ ഒരു വനത്തിൽ നിൽക്കുകയാണ്. ആ വനത്തിൽ നിറയെ മരങ്ങളാണ്. ആ മരങ്ങളുടെ ഇലകൾക്കിടയിലൂടെ ഇങ്ങനെ പ്രകാശം ഇങ്ങനെ വന്ന് ഇങ്ങനെ ഭൂമിയിലേക്ക് പതിക്കുന്നു. അപ്പൊ അങ്ങനെ അത് തുടർന്ന് കുറച്ചു നേരം കഴിയുമ്പോഴത്തേക്ക് അവിടെ മൊത്തം അന്ധകാരമായി. അന്ധകാരം കുറച്ചു സമയം നീണ്ടു നിന്നു. അതിനുശേഷം ഇത് വളരെ ബ്രൈറ്റ് ആയിട്ടുള്ള പ്രകാശം വീണ്ടും വന്നു. അതിങ്ങനെ പൊട്ടി വിടർന്ന് മഴവില്ലുകളായിട്ട് ഇങ്ങനെ ചിതറുകയാണ്. അപ്പൊ അതാണ് ഞാൻ കാണുന്നത്. അപ്പൊ ഞാൻ മുമ്പ് പറഞ്ഞതാണ്, ഇത് കണ്ടപ്പോൾ സത്യമാണോ, ഇതെന്താ പറയേണ്ടതെന്ന് എനിക്ക് അറിയത്തില്ലായിരുന്നു. ഞാൻ ഇങ്ങനെ ഇരിക്കുക. പക്ഷെ ഇത്തവണ എനിക്ക് പറയാതിരിക്കാൻ പറ്റില്ല, ഞാൻ വിളിച്ചു പറഞ്ഞത്. തുടർന്ന് ഇങ്ങനെ കുറേ കാഴ്ചകൾ വരികയും ഞാനിതെല്ലാം വിളിച്ചു പറയും. എനിക്ക് നിയന്ത്രിക്കാൻ പറ്റുന്നില്ല. ഇതിൽ വരികയാണ്, എനിക്ക് സംശയമില്ല, എന്താണെന്ന് അറിയത്തില്ല, ഞാനിങ്ങനെ വിളിച്ചു പറഞ്ഞുകൊണ്ടേയിരുന്നു. അപ്പൊ ഇങ്ങനെ 2 കാര്യങ്ങൾ എന്നെ പറ്റി പ്രാർത്ഥിച്ചപ്പോഴേക്ക് കിട്ടിയതാണ് ഇവിടെ ഷെയർ ചെയ്യുന്നത്. തുടർന്ന് ഞങ്ങൾ സജുമാഷിന് വേണ്ടി പ്രാർത്ഥിച്ചു. അപ്പൊ അദ്ദേഹത്തിന് വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ തന്നെ ആദ്യം തന്നെ ലഭിച്ചൊരു വചനം എന്ന് പറയുന്നതാണ്: നിങ്ങൾ എന്നെ തെരഞ്ഞെടുക്കുകയില്ല, ഞാൻ നിങ്ങളെ തെരഞ്ഞെടുത്തിരിക്കുകയാണ്. അതുപോലെ തന്നെ ഞങ്ങൾ ഒരേ സമയത്ത് ഞങ്ങൾക്ക് കിട്ടിയൊരു കാര്യമാണ്, അദ്ദേഹം ഒരു വീട്
അദ്ദേഹം വീടുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അദ്ദേഹം കാണുകയാണ്, ഒരു ഫ്ലാറ്റ്, അതങ്ങനെ ഒരു കാര്യം കാണുന്നു. ഇതേ സമയത്ത് തന്നെ ഞാൻ കാണുന്നതാണ് ഒരു തുറസായ സ്ഥലത്ത് ഒരേ ഒരു വീട്, ആ വീട്ടിലേക്ക് ഒരു വഴി മാത്രം ഇങ്ങനെ സ്ട്രെയിറ്റ് ആയിട്ട് കിടക്കുകയാണ്. അപ്പോൾ ഈ രണ്ട് കാഴ്ചകൾ ഞങ്ങൾ ഒരേ സമയത്ത് ഞങ്ങൾ കണ്ടെത്തി, ഞങ്ങളത് ഷെയർ ചെയ്തു. ഇതുമായി ഇതിന്റെ സ്ഥിരീകരണം എനിക്കറിയില്ല, പക്ഷെ ഇത് സജിമാഷ് തീർച്ചയായിട്ടും പറയും. സജിമാഷ് ഇതുമായി ബന്ധപ്പെട്ട് ഒന്നിന്റെ കാര്യങ്ങളിലൂടെ കടന്നു പോയിരുന്നതായിട്ട് അതിനുശേഷം പറഞ്ഞിരുന്നു. അപ്പൊ തുടർന്ന് സാർ അത് സംസാരിക്കും നിങ്ങളോട്. തുടർന്ന് ഇതാണ് അദ്ദേഹത്തിന് വേണ്ടിയുള്ള കാര്യങ്ങൾ. തുടർന്ന് ഞങ്ങൾ ഡെന്നിസിന് വേണ്ടി പ്രാർത്ഥിച്ചു. ഡെന്നിസിന് വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ ആദ്യം നമ്മൾ കാണുന്നത് ഒരു ടേബിൾ ഫാനാണ്. അപ്പൊ ടേബിൾ ഫാനിന്റെ മോടി നിങ്ങൾ മാറ്റിയിട്ട് അത് വളരെ ശക്തമായി കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്, വളരെ ശക്തമായി ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുന്നു. അപ്പൊ ഇത് സജിമാഷ് എന്നെ കിട്ടിയ ദർശനം. സജിമാഷ് ഇത് പറഞ്ഞത് തൊട്ട് പിറകെ തന്നെ ഞാൻ കാണുന്ന ഇതാണ്, ഈ കാറ്റിൽ വലിയൊരു തീജ്വാല അങ്ങ് വരികയാണ്. ഈ തീജ്വാല ഇങ്ങനെ അതിങ്ങനെ പടർന്ന് പന്തലിച്ച് ആ മേഖലയിലേക്ക് മുഴുവൻ ഇങ്ങനെ പന്തലിക്കുന്നു. തുടർന്ന് കാണുന്നത് ഒരു സൂര്യപ്രകാശമാണ്. അതിങ്ങനെ സൂര്യപ്രകാശം കൊണ്ട് എല്ലാവരും ചൂട് പിടിക്കുകയാണ്. അത്ര ശക്തമായിട്ടുള്ള ചൂട് സൂര്യനിൽ നിന്ന് വരുന്നതായിട്ട് കാണാനായിട്ട് സാധിച്ചു. തുടർന്ന് ഞങ്ങൾ മഞ്ജു ചേച്ചിക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. ഒരു നിലവിളക്കാണ് കണ്ടത്. തിരി തെളിഞ്ഞ് ഇരിക്കുകയാണ്. തിരി തെളിഞ്ഞിരിക്കുന്ന വളരെ നല്ല പ്രകാശം തരുന്ന നിലവിളക്ക്. തുടർന്ന് നല്ല തെളിഞ്ഞൊരു കണ്ണ് കാണുന്നു. അതിനുശേഷം നമ്മൾ കാണുന്നത് വലിയൊരു മൈതാനം. ആ മൈതാനത്ത് നിറയെ മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ മഴ പെയ്തു എന്ന് വെച്ച് കഴിഞ്ഞാൽ മഴ ഇങ്ങനെ പെയ്യുന്നത് മാത്രമല്ല, മഴ പെയ്ത് തറയിൽ വീഴുന്ന നമുക്കറിയാം, ഈ വെള്ളം കുറച്ച് കെട്ടി കഴിഞ്ഞാൽ അതിങ്ങനെ ഇങ്ങനെ പൊങ്ങിത്താഴ് വരും. അപ്പൊ അങ്ങനെ വെള്ളം ഇങ്ങനെ പൊങ്ങിത്താണ് ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പൊ ആത്മാവിന്റെ ശക്തമായിട്ടുള്ള ഒരു അഭിഷേകം ചേച്ചിക്ക് ഉണ്ടാകുന്നതായിട്ട് നമുക്ക് തോന്നി. തുടർന്ന് നമ്മൾ അമ്മച്ചിക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. അമ്മച്ചി വലിയൊരു പന്തലില് കുറേ ആൾക്കാരിരിക്കുന്നു. അവർക്ക് ഭക്ഷണം നൽകിക്കൊണ്ട് അമ്മച്ചി ഇങ്ങനെ കടന്നു പോവുകയാണ്. ആ സമയത്ത് തന്നെ ഒരു വചനവും വന്നു, ഞാനാണ് ജീവന്റെ അപ്പം എന്നുള്ളൊരു വചനവും അവിടെ ലഭിച്ചു. അങ്ങനെ ആ പ്രാർത്ഥന കടന്നു പോയപ്പോഴേക്ക് തുടർന്ന് ഞങ്ങൾക്ക് എല്ലാവർക്കും ഒരു നല്ലൊരു കുളിർക്കാറ്റ്, അതായത് അത് എനിക്കിങ്ങനെ തോന്നുകയാണ്. നമ്മളിങ്ങനെ ഒരുമിച്ച് പ്രാർത്ഥിച്ച്, ഞങ്ങളുടെ ടീം ഇങ്ങനെ ഒരുമിച്ച് പ്രാർത്ഥിക്കുമ്പോൾ എല്ലാവർക്കും ഒരു നല്ലൊരു ഒരു കുളിർക്കാറ്റ് ഇങ്ങനെ വന്ന് തഴുകുന്നതായിട്ടുള്ള ഒരു ഫീല് ഉണ്ടായി. തുടർന്ന് 3 പേരുണ്ടായിരുന്നു. അവർക്ക് വേണ്ടിയുള്ള പ്രാർത്ഥന നമ്മളപ്പോഴേക്കും എഴുന്നേറ്റ് നിന്ന് കൈവച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ആ സമയത്ത് എനിക്ക് എഴുതാൻ പറ്റിയില്ല. അത് നോട്ട് ചെയ്ത് വെച്ചത് സജിമാഷാണ്. സജിമാഷ് അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പറയും. അതോടൊപ്പം തന്നെ അദ്ദേഹത്തിന്റെ ആ ഒരു സ്ഥിരീകരണവും അദ്ദേഹം ഷെയർ ചെയ്യും. താങ്ക് യു. ദൈവത്തിന് മഹത്വം. ബോബിക്ക് വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ കിട്ടിയ കാര്യങ്ങൾ ഞാൻ ഷെയർ ചെയ്യാം. ആകാശത്ത് പ്രകാശിക്കുന്ന ഒരു നക്ഷത്രം കണ്ടു, ഒരു ഒറ്റ നക്ഷത്രം അങ്ങനെ പ്രകാശിച്ചു നിൽക്കുന്നത്. ഇപ്പോൾ മഞ്ജുവിന് ആ സമയത്ത് ജീവൻ്റെ പ്രകാശം ഞാനാകുന്നു എന്ന് പറയുന്ന ഒരു വചനം കൂടി അതിൻ്റെ കൂടെ കിട്ടി. പിന്നെ പൂന്തോട്ടം നിറയെ പൂക്കൾ ഇങ്ങനെ നിറഞ്ഞു നിൽക്കുന്ന ഒരു പൂന്തോട്ടം. പൂന്തോട്ടത്തിൽ കൂടുതലും റോസപ്പൂക്കളാണ്. ജോബിക്കാണ് അത് മെസ്സേജ് കിട്ടിയത്. അതിൽ വെളുത്തതും ചുവന്നതുമായിട്ടുള്ള പൂക്കളാണ് നിറയെ കണ്ടത്. അങ്ങനെ ബോബിക്ക് വേണ്ടിയിട്ടുള്ള പ്രാർത്ഥിച്ചപ്പോൾ ലഭിച്ച ഒരു മെസ്സേജ്. നമ്മൾ മാർട്ടിൻ ചേട്ടന് വേണ്ടിയിട്ടാണ് പിന്നെ പ്രാർത്ഥിച്ചത്. അപ്പോൾ എനിക്ക് കിട്ടിയ ഒരു മെസ്സേജ് എന്ന് വെച്ചാൽ ഒരു സ്പോട്ട് ലൈറ്റ് ഇങ്ങനെ അങ്ങനെ പ്രകാശിച്ച് നിൽക്കുന്നതായിട്ടാണ് കണ്ടത്. നമ്മൾ ഈ സ്റ്റേജിലൊക്കെ ഷോ നടത്തുമ്പോൾ കാണുന്ന ഒരു സ്പോട്ട് ലൈറ്റ് പോലുള്ളത്. അതേസമയം തന്നെ അപ്പോൾ തന്നെ നമ്മുടെ ജോബിക്ക് ലഭിച്ച മെസ്സേജ് ഗാനമേളയുടെ ട്രൂപ്പ് ആണ് ആ സമയത്ത് ജോബിക്ക് കിട്ടിയ മെസ്സേജ്. ആ സമയത്ത് ഗാനമേള ട്രൂപ്പിൻ്റെ ഒരു പ്രോഗ്രാം പോലെയാണ് കണ്ടത്. മഞ്ജുവിന് കിട്ടിയത് സങ്കീർത്തനങ്ങൾ പാട്ടായിട്ട് ഒഴുകുന്നു എന്നാണ്, പാട്ട് പാടി ഒഴുകുന്ന പോലെയാണ് ഒരു മെസ്സേജ് കിട്ടിയത്. ഇനി നേരത്തെ ജോബി പറഞ്ഞ പോലെ 2 കാര്യങ്ങൾ എനിക്ക് ലഭിച്ച 2 മെസ്സേജുകളിലെ കൺഫർമേഷൻ എന്നല്ല, എൻ്റെ ജീവിതത്തിൽ അതിനോട് ചേർന്ന 2 കാര്യങ്ങൾ ഞങ്ങൾ പറയാം. ഞാനും ഡാരസും വണ്ടിയിലിങ്ങനെ വരുന്ന സമയത്ത് പറയായിരുന്നു, നമ്മൾ എത്രയോ ധ്യാനങ്ങളും ഇതേപോലെ പ്രയറും കൂടുന്നു. അത് കഴിഞ്ഞിട്ട് വീണ്ടും നമ്മൾ വീണ് പോകും, വീണ്ടും നമ്മൾ പ്രയറിന് വരും. ഒരു റിസൾട്ട് ഉണ്ടാവുന്നുണ്ടോ, നമ്മളിങ്ങനെ വന്നിട്ട് വല്ല കാര്യമുണ്ടോ എന്നിങ്ങനെ ഞങ്ങൾ പരസ്പരം ഷെയർ ചെയ്യായിരുന്നു. എനിക്ക് തോന്നുന്നത് ആ മെസ്സേജ് എന്നോട് പറഞ്ഞ മെസ്സേജ് ആയിട്ടാണ് എനിക്ക് തോന്നുന്നത്. നിങ്ങൾ എന്നെയല്ല, ഞാൻ നിങ്ങളെയാണ് തിരഞ്ഞെടുക്കുക എന്നുള്ള മെസ്സേജ്
നമ്മുടെ ബലഹീനതകളൊക്കെ കൃത്യമായിട്ട് കർത്താവ് കാണുന്നുണ്ട്. അത് കണ്ടിട്ട് തന്നെയാണ് നമ്മളെ തിരഞ്ഞെടുത്തിരിക്കണമെന്നുള്ള ഒരു ബോധ്യം എനിക്കത് കേട്ടപ്പോൾ തോന്നിയത്. പിന്നെ ഒരു ഏകദേശം 3-4 വർഷം മുമ്പാണ് തോന്നുന്നു, ഒരു വീടുമായി ബന്ധപ്പെട്ടൊരു മെസ്സേജ് ഞങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ടായിരുന്നു. പുതിയൊരു വീട് ലഭിക്കും എന്നുള്ളൊരു മെസ്സേജാണ് കിട്ടിയിരുന്നത്. പക്ഷേ ഇപ്പോഴത്തെ സാഹചര്യം നമുക്ക് അങ്ങനെ ആവശ്യമില്ല. വീടിൻ്റെ വേറൊരു വീട് ലഭിക്കാനുള്ള സാഹചര്യമോ അല്ലെങ്കിൽ അങ്ങനെ ഒന്നും നമ്മുടെ മനസ്സിലില്ല. അന്ന് തന്നെ ഞാൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു, എന്താ പോസിറ്റീവായിട്ടാണോ നെഗറ്റീവായിട്ടാണോ എന്നൊരു ചോദ്യം ഞാൻ ആ മെസ്സേജ് ലഭിച്ചപ്പോൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ അത് മെസ്സേജ് പറഞ്ഞ ആൾക്ക് അങ്ങനെ മറുപടി ഒന്നും പറയാനുണ്ടായിരുന്നില്ല. കാരണം വീട് പുതിയത് ലഭിക്കുന്നു എന്ന് മാത്രമേ മെസ്സേജിലുണ്ടായിരുന്നുള്ളൂ. വീണ്ടും ഇന്നും ആ ഒരു മെസ്സേജ് 2 പേർക്ക്, എനിക്കും ലഭിച്ചു, അതേ സമയത്ത് തന്നെ ജോബിക്ക് കുറച്ചും കൂടി ക്ലാരിറ്റിയിൽ ലഭിച്ചിട്ടുണ്ടായിരുന്നു മെസ്സേജ്. ഓക്കെ, താങ്ക് യു. ഇപ്പോൾ ഒരു കാര്യം, നമ്മുടെ ഈ സന്ദേശങ്ങളെല്ലാം തന്നെ ആത്മീയ ഉത്കർഷത്തിനായിട്ടുള്ളതാണ്. അതാണ് ഒരു ജനറൽ റൂള് നമ്മൾ മനസ്സിലാക്കേണ്ടത്. 1 Corinthians chapter 14 തുറന്നപ്പോൾ തന്നെ അത് കിട്ടിയത്. 1 Corinthians chapter 14:26. സഹോദരങ്ങളെ, ആകയാൽ എന്തു വേണം? നിങ്ങൾ സമ്മേളിക്കുമ്പോൾ ഓരോരുത്തർക്കും ഒരു സങ്കീർത്തനമോ സാരോപദേശമോ വെളിപാടോ ഭാഷയോ വ്യാഖ്യാനമോ ഉണ്ടായിരിക്കട്ടെ. ഇവയെല്ലാം ആത്മീയ ഉത്കർഷത്തിനായി ഉപയോഗപ്പെടുത്തുകയും ചെയ്യുക. അപ്പം ഇപ്പം നിങ്ങളെല്ലാവരും വളരെ മനോഹരമായ ദർശനങ്ങൾ കാണുന്നു. ഇതാദ്യമായിട്ടാണ് ഈ ഒരു ഫസ്റ്റ് റൗണ്ടിൽ ഇത്രയൊക്കെ കിട്ടുന്നത്. അപ്പം നിങ്ങളെല്ലാം വളർന്നവരായതുകൊണ്ടാണ്. പക്ഷേ അടുത്ത് ഇതിൻ്റെ വ്യാഖ്യാനമാണ് വളരെ പ്രധാനമായിട്ടുള്ളത്. അപ്പം അതിനെക്കുറിച്ച് അതാണ് ഗിഫ്റ്റ് ഓഫ് നോളജ് ആൻഡ് ഗിഫ്റ്റ് ഓഫ് വിസ്ഡം. അപ്പോൾ പൗലോസ്ലീഹ ഈ ലേഖനത്തിൽ ആദ്യം പറയുന്നത് ചിലർക്ക് വിവേകത്തിൻ്റെ വചനവും ചിലർക്ക് ജ്ഞാനത്തിൻ്റെ വചനവും. ഈ ദർശനവരങ്ങൾ എന്ന് പറഞ്ഞാൽ ഇത് രണ്ടിൻ്റെയും കൂടിയുള്ള ഒരു കോമ്പിനേഷനാണ്. ഇപ്പം നമ്മൾ ദർശനം കാണുമ്പോൾ പൂക്കൾ കണ്ടു, വീട് കണ്ടു, അല്ലെങ്കിൽ എന്തെല്ലാം കണ്ടു എന്ന് പറഞ്ഞതുകൊണ്ട് ദാറ്റ് ഈസ് ഓൺലി ഫസ്റ്റ് പാർട്ട്. അത് ജ്ഞാനത്തിൻ്റെ വചനമാണ്. ഇനി അതിൻ്റെ യഥാർത്ഥ അർത്ഥം വിവേചിച്ച് മനസ്സിലാക്കുന്ന വരമാണ് വിവേകത്തിൻ്റെ വചനം. അതാണ് നമുക്കിനിയിപ്പോൾ ഇത്ര കേട്ടതുകൊണ്ട് മനസ്സിലാക്കേണ്ടത്. ആ വരം നിങ്ങളിൽ കൂടുതലായിട്ടുണ്ടാവണം. അപ്പം നമ്മൾ പലരും ഇന്നതാണ് അതിൻ്റെ അർത്ഥം എന്ന് മനസ്സിലായി എന്ന് പറഞ്ഞു എങ്കിലും ചിലപ്പോൾ അങ്ങനെ ആവണമെന്നില്ല. അപ്പോൾ അതാണ് ഏറ്റവും പ്രധാനമായിട്ടുള്ളത്. അപ്പം അതിൽ ഏറ്റവും പ്രധാന ഒരു റൂളിംഗ് ഇവിടെ തന്നെ പറഞ്ഞിരിക്കുന്നത് ഇതെല്ലാം ആത്മീയ ഉത്കർഷത്തിന് വേണ്ടിയതാണ്. ഇപ്പോൾ ഈ പറഞ്ഞ വീട് കണ്ടതുകൊണ്ട് ഉടനെ വീട് മേടിക്കുന്നോ വീടുണ്ടാവുന്നോ വിചാരിക്കരുത്. അത് നമ്മളെക്കുറിച്ച് കർത്താവ് തരുന്ന ഒരു ആത്മീയ ഉത്കർഷത്തിനെ കുറിച്ചുള്ള ഒരു സന്ദേശമാണ്. മനസ്സിലാവുന്നുണ്ടോ? അതുകൊണ്ടാണ് ആദ്യം പറഞ്ഞ ആൾക്ക് അതിന് വേറെ ഉത്തരവൊന്നും ഇല്ലാഞ്ഞത്. വീട് കിട്ടണ്ടെന്നുള്ള സന്ദേശം കിട്ടി. അപ്പോൾ ഇവിടെ ഞാൻ എന്നും ധ്യാനത്തിന് പറയാറുള്ള ഒരു സംഭവം വീണ്ടും പറയാറ്, നിങ്ങളൊക്കെ കേട്ടിട്ടുണ്ടാവും. സോറി, അത് വീണ്ടും ഞാൻ പറഞ്ഞോട്ടെ. അത് നമ്മൾ ഈ ധ്യാന പരമ്പര തുടങ്ങുന്നതിന് കാരണമായ ഒരു ദർശനമായിരുന്നു. അതായത് ഒരാൾ വന്നിട്ട് എന്നോട് പറയാണ്, ബ്രദറെ എൻ്റെ 2 ഫിഷിംഗ് ബോട്ട് വർക്ക് ചെയ്യണില്ല, സാറൊന്ന് പ്രാർത്ഥിച്ച് നോക്കിയേ എന്താ അതിൻ്റെ കാരണമെന്ന്. അപ്പം ഞാൻ പറഞ്ഞു, അതിന് വല്ല മെക്കാനിക്കുണ്ട്. അതിന് ഈ ദർശനപരം ഉപയോഗിച്ചിട്ട് ഫിഷിംഗ് ബോട്ട് വർക്ക് ചെയ്യാത്തതിന് ദർശനപരം ഉപയോഗിച്ച്, അല്ല സാറിന് ദർശനപരം ഉണ്ടല്ലോ, അന്ന് ദൈവത്തിനെല്ലാം അറിയാലോ. അപ്പം ഞാൻ പറഞ്ഞു, ഈ വരങ്ങളെല്ലാം അങ്ങനെയുള്ള കാര്യത്തിന് ഉപയോഗിക്കാനുള്ളതല്ല. ഇതാണ് നമുക്കുണ്ടാകേണ്ട ഫസ്റ്റ് റൂളിങ്. അതെന്താ അങ്ങനെ പറയണേ? സാറിനെ പോലെയുള്ള ഒരാൾ പ്രാർത്ഥിച്ച് സന്ദേശം കിട്ടിയതനുസരിച്ചിട്ടാണ് ഞാൻ 2 ഫിഷിംഗ് ബോട്ട് മേടിച്ചത്. ആലോചിച്ചു.
ഞാൻ പറഞ്ഞു അത് ശരിയല്ലല്ലോ. അങ്ങനെ മേടിക്കാൻ അദ്ദേഹം പറഞ്ഞു. ദർശനത്തിൽ കണ്ടു, 2 ബോട്ട് കണ്ടു. അദ്ദേഹം പറഞ്ഞു, ദേ ഞാൻ 2 ബോട്ട് കാണുന്നു, നിങ്ങൾ 2 ബോട്ട് മേടിക്കും. അങ്ങനെ ഞാൻ ബാങ്കിൽ ലോൺ എടുത്ത് മേടിച്ചു. 2 വർഷമായിട്ടും ബോട്ട് ഓടണില്ല. അതാണ് പ്രശ്നം. അതുകൊണ്ട് ബോട്ട് കണ്ടു എന്നത് ശരിയാണെങ്കിൽ നമുക്ക് പ്രാർത്ഥിച്ച് നോക്കാം എന്താണ് അതിൻ്റെ വ്യാഖ്യാനമെന്ന്. അത് ഇപ്പോൾ വേണമെങ്കിൽ നമുക്ക് പ്രാർത്ഥിക്കാം. എന്നാ ഒന്ന് പ്രാർത്ഥിക്കാം, പ്ലീസ് 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 പ്ലീസ്. ഞാൻ പ്രാർത്ഥിക്കാൻ തുടങ്ങിയപ്പോഴേ പരിശുദ്ധാത്മാവ് ഉടനെ സന്ദേശം തന്നു. ഇതിൻ്റെ അർത്ഥം ഇയാൾ 2 ബോട്ടിലാണ് കാല് വെച്ചേക്കണെന്നാണ്. കണ്ടോ? ഇത് കേട്ടപാട് ഉടനെ ഇയാൾ പറഞ്ഞു, അത് കൃത്യമാണ്, അത് കൃത്യമാണ്. He is so sincere. ബ്രദറേ, ഞാൻ ഇവിടുത്തെ കരിസ്മാറ്റിക് ഗ്രൂപ്പിൻ്റെ ലീഡറാണ്. പക്ഷെ എനിക്ക് പോണ്ടിച്ചേരിയിലെ ഫോറിൻ ലിക്കർ ഷാപ്പുണ്ട്. ഇയാളെ തന്നെ പറയാം, അതാണ് 2 ബോട്ട്. അപ്പോൾ അത് നിർത്താൻ 2 വർഷം മുമ്പേ കർത്താവ് പറഞ്ഞു. അതാണ് സന്ദേശത്തിൻ്റെ ചുരുക്കം. ശരിയാണ്. അവിടെ എനിക്കൊരു മകനേ ഉള്ളൂ, അവനാണ് അത് നോക്കണത്. അവനിപ്പോൾ തീരെ സുഖമില്ല. കണ്ടോ, ഈ പകല് മുഴുവനും ഫോറിൻ ലിക്കർ ഷോപ്പിൻ്റെ അകത്ത് ആ കൂട്ടിയുള്ളൊരു മകനെ കൊണ്ടുപോയി ഇരുത്തിയിരിക്കാൻ പോണ്ടിച്ചേരിയിൽ. അപ്പോൾ ഇയാൾ എന്താ ചെയ്യണേ? എനിക്കിവിടെ കുന്നുംപുറത്ത് കശുമാവും തോപ്പാണ്. ഈ കുന്നുംപുറത്ത് കശുമാവും തോപ്പ് കൃഷി ചെയ്യുന്ന ആള് ഈ ബോട്ട് 2 മേടിച്ചിട്ടിട്ട് എന്ത് പ്രയോജനം? ലോൺ അടയ്ക്കാൻ പറ്റാണ്ട് കഷ്ടപ്പെടണം. അപ്പോൾ ഞാനിത് പറയണത് ആരെയും കളിയാക്കാനല്ല. അന്നാണ് എനിക്ക് മനസ്സിലായത്, പരിശീലനം വേണം, പ്രാക്ടീസ് വേണം. വരദാനങ്ങളെ പരിശുദ്ധാത്മാവിൻ്റെ ജ്ഞാനത്തിലൂടെ വ്യാഖ്യാനിക്കാനുള്ള പരിശീലനമില്ലെങ്കിൽ, ഇതിപ്പം നമുക്ക് പറയാൻ പറ്റിയൊരു ഉദാഹരണമാണ്. ഇനി ഒരുപാട് ഉദാഹരണങ്ങൾ നമുക്ക് പറയാനേ പറ്റാത്ത തരത്തിലുള്ള പ്രശ്നങ്ങളിൽ വീണിട്ടുള്ള ഉദാഹരണങ്ങൾ. അപ്പോൾ ഇതിനെ പോസിറ്റീവായിട്ട് കാണണം. ഇതുകൊണ്ടാണ് ആരും വരദാനങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്നില്ല. കുറേ പേര് അതൊന്നും വേണ്ട, ഇപ്പോൾ ഉള്ള വരമൊക്കെ മതി. കാരണം ഇതിനകത്ത് പക്വതയോടെ, എന്നാൽ ഈ വരദാനങ്ങൾ ഇല്ലാതെ ശുശ്രൂഷ വിജയിക്കില്ല. അപ്പോൾ എളുപ്പം ഒരു റൂളിംഗ് ഇതാണ്, എന്ത് കണ്ടാലും അതിനെ ഒരു മാനുഷിക ബോധ്യത്തിലൂടെ വ്യാഖ്യാനിക്കരുത്, മറിച്ച് ദൈവത്തിൻ്റെ ജ്ഞാനത്തിലൂടെ വ്യാഖ്യാനം വേണം. അതെല്ലാം ഒരു വരമാണത്. നമ്മൾ പഠിക്കും, നമ്മളിപ്പോൾ പ്രാർത്ഥിക്കും, പിന്നെ അതിനുവേണ്ടി അഭിഷേകത്തിന് പ്രാർത്ഥിക്കുമ്പോൾ അത് നമ്മൾക്ക് കിട്ടും. ഓക്കെ. അപ്പോൾ ഇപ്പം ഇത് കൃത്യമായിട്ട് ഇദ്ദേഹം പറഞ്ഞതുകൊണ്ടാണ് ഈ വീടിൻ്റെ ഒരു സന്ദേശം കിട്ടി. പക്ഷേ അന്ന് അതിൽ കൂടുതൽ അതിനെക്കുറിച്ച് വ്യാഖ്യാനം കിട്ടിയില്ല. ഇപ്പോൾ വീണ്ടും കിട്ടി. അപ്പോൾ അതിനെ നമ്മൾ ഇനി പ്രാർത്ഥിക്കണം. അതിൻ്റെ ആത്മീയ അർത്ഥം എന്താണെന്ന് പ്രാർത്ഥിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് ജ്ഞാനം തരും. ഇതാണ് നമ്മൾ തുടക്കത്തിൽ തന്നെ ഞാൻ പറഞ്ഞു. അപ്പോൾ പകുതി പേരുണ്ടായിരുന്നില്ല ഇവിടെ. നമ്മളുടെ വ്യക്തിപരമായ പ്രാർത്ഥന ഇതിന് വളരെ അത്യന്താപേക്ഷിതമായ ഒന്നാണ്. ആ വ്യക്തിപരമായ പ്രാർത്ഥന നിങ്ങളെല്ലാവർക്കും പരിചയമാണോ? അത് അല്ലെങ്കിൽ അത് ലീഫ്ലെറ്റ് തരാം. അത് നമ്മൾ ഇടയ്ക്കെങ്കിലും, ഇപ്പം എല്ലാ ദിവസവും അത് പ്രാർത്ഥിക്കാൻ സാധിച്ചില്ലെങ്കിലും ഇടയ്ക്കെങ്കിലും സമയം കണ്ട് പ്രാർത്ഥിച്ചാൽ നമ്മുടെ ഉള്ളിൽ കുറേ ക്ലെൻസിങ് നടക്കാനുണ്ട്. കാരണം നമ്മൾ കേൾക്കുന്ന കുറേ കാര്യങ്ങളെല്ലാം നമ്മളുടെ അകത്ത് ഇങ്ങനെ ഡെപ്പോസിറ്റ് ആയിട്ട് പെട്ടെന്ന് ഒരു ദർശനം കാണുമ്പോൾ ഉടനെ ആ കാര്യങ്ങളാണ് ചാടി വരുന്നത്. അതിനേക്കാൾ ഉപരി നമ്മളിൽ ഈ ജ്ഞാനം, അറിവ്, വിവേകം, ജ്ഞാനത്തിന് വേണ്ടി ധാരാളം പ്രാർത്ഥിക്കണം. ഇപ്പോൾ എന്ത് പറയാനാ, ദൈവത്തിൻ്റെ ഒരു വലിയ
തെരഞ്ഞെടുപ്പ് എന്ന് വേണം പറയാൻ. ഞാൻ ജ്ഞാനത്തിന് വേണ്ടി പ്രാർത്ഥിക്കാൻ തുടങ്ങിയിട്ട് 1/2 നൂറ്റാണ്ടിൽ കൂടുതലായി. മനസ്സിലായോ? 50 വർഷത്തിൽ കൂടുതലായി. ഒന്നാലോചിച്ച് നോക്കിയേ, 50 വർഷത്തിലേറെ ആയിട്ട് എല്ലാ ദിവസവും ഞാൻ പ്രാർത്ഥിക്കുന്ന ഒന്നാണ് ജ്ഞാനം. അപ്പോൾ കല്യാണം കഴിച്ചു കഴിഞ്ഞപ്പോൾ ഞാൻ എൻ്റെ ഭാര്യയോട് പറഞ്ഞു, നമുക്കൊരു പെൺകുട്ടി ഉണ്ടാകാണെങ്കിൽ അവളെ ജ്ഞാനെന്ന് പേരുണ്ടോന്ന് പറഞ്ഞു. അപ്പോൾ വത്സ തമാശക്ക് പറഞ്ഞാൽ നമുക്ക് ജ്ഞാനമ്മ എന്ന് വല്ലതും വിളിക്കാമെന്ന്. എന്തിന്? അങ്ങനെ അവസാനം അവൾക്ക് വിദ്യ എന്ന് പേരിട്ടു. അതാണ് എൻ്റെ മകള് വിദ്യ. ദൈവത്തിൻ്റെ ഒരു അനുഗ്രഹം എന്ന് പറയട്ടെ. ഇപ്പം നിങ്ങളൊക്കെ അറിയാവുന്നതാണല്ലോ വിദ്യനെ, നിങ്ങളെ. അപ്പോൾ വിദ്യ ഹാസ് ബിക്കം എ തിയോളജിയൻ. ഒന്ന് ആലോചിച്ച് നോക്ക്. നമ്മുടെ നാട്ടിലൊരു പെൺകുട്ടി ദൈവശാസ്ത്രത്തിൽ ഒരു ലൈസൻഷ്യേറ്റ് എടുത്ത ഒരു തിയോളജിയൻ, അത് ജർമ്മൻ ഭാഷയിലും ഇംഗ്ലീഷിലും ഒക്കെ തിയോളജി പഠിപ്പിക്കാൻ പറ്റുന്നത്. ഇതെല്ലാം ജ്ഞാനത്തിൻ്റെ ഒരു ആവിർഭാവമാണ്. നമ്മൾ ഓക്കെ. അപ്പം ഈ ജ്ഞാനം ഈസ് എ വെരി വെരി ഇമ്പോർട്ടൻറ്റ് പോയിന്റ്. ജ്ഞാനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുക എന്നുള്ളതും, ജ്ഞാനത്തിൻ്റെ പുസ്തകത്തിലെ അധ്യായം 6, 7, 8, 9 അധ്യായങ്ങൾ വായിക്കുക. അതിലെ ചില വചനങ്ങൾ, ഉദാഹരണം, ജ്ഞാനം മനുഷ്യർക്ക് അക്ഷയനിധിയാണ്. അത് സിദ്ധിച്ചവർ ദൈവത്തിൻ്റെ സൗഹൃദം നേടുന്നു. ജ്ഞാനം 7:14. ഒന്നാലോചിച്ച് നോക്കി. ഈ 7-ാം അധ്യായത്തിൽ തന്നെ 7:27 പറയുന്നത്, അവൾ ഏകയെങ്കിലും സകലതും അവൾക്ക് സാധ്യമാണ്. ഓരോ തലമുറയിലുമുള്ള വിശുദ്ധ ചേതനകളിൽ പ്രസരിക്കുകയും അവരെ ദൈവമിത്രങ്ങളും പ്രവാചകരുമാക്കുന്നു. ഇത് ഒരു ബൈബിൾ വ്യാഖ്യാന ശാസ്ത്രത്തിലെ ഒരു കാര്യം പിതാക്കന്മാർ പറയുന്നത്, ഒരധ്യായത്തിൽ ഒരേ കാര്യം 2 പ്രാവശ്യം പരാമർശിക്കുന്നുണ്ടെങ്കിൽ അത് വളരെ പ്രത്യേകതയുള്ളതാണ്. അപ്പം ഈ അധ്യായത്തിൽ ജ്ഞാനം മനുഷ്യർക്ക് അക്ഷയനിധിയാണ്. അത് കണ്ടെത്തുന്നവർ ദൈവത്തിൻ്റെ സൗഹൃദം നേടുന്നു. സൗഹൃദം. അതേ അധ്യായത്തിൽ 7:27 പറയുകയാണ്, ദൈവമിത്രങ്ങളും പ്രവാചകർ. കണ്ടോ? അപ്പം നമുക്കുണ്ടാകേണ്ട ദൈവവുമായിട്ടുള്ള ബന്ധത്തിൽ നമുക്കുണ്ടാകേണ്ട ഒരു വളരെ പ്രധാന ബന്ധം ജ്ഞാനം, ദൈവമായിട്ടുള്ളൊരു സൗഹൃദമാണ്. ഇപ്പം നമ്മൾ തന്നെ ആരെങ്കിലും വരണം കാണുമ്പോൾ അദ്ദേഹം നമ്മൾ പറഞ്ഞാൽ മനസ്സിലാക്കുന്ന ആളാണെങ്കിൽ നമുക്ക് ഭയങ്കര ആകാംക്ഷ അദ്ദേഹമായിട്ടൊന്ന് കാര്യങ്ങൾ, ഞാൻ നോക്കിയിരിക്കുകയായിരുന്നു, ഇയാളോട് കുറേ കാര്യങ്ങളൊക്കെ ഒന്ന് പങ്കുവെച്ചൊന്ന് പ്രാർത്ഥിക്കാൻ. നേരെ മറിച്ച് വേറെ ചില ആൾക്കാരുണ്ട്, പറഞ്ഞാൽ പ്രശ്നമാണ്. വെറുതെ ആവശ്യമില്ലാത്ത ആർഗ്യുമെൻറ്റിലേക്ക് പോയിട്ട് പിന്നെ നമ്മൾക്ക് അവിടെ തലവേദനയാവും. അപ്പോൾ അവർ കാണുമ്പോൾ നമ്മൾ എന്ത് വിചാരിക്കും? വേണ്ട, വെറുതെ നമുക്ക് അതിലേ പോയി കളയാത്ത അങ്ങനെ പോകും, ഒഴിവാക്കും ആളെ. അപ്പോൾ കർത്താവ് ഒഴിവാക്കൊന്നുമില്ലെങ്കിലും കർത്താവിന് നമ്മളുമായിട്ടൊരു സൗഹൃദം വേണമെങ്കിൽ ഒരു മിനിമം ജ്ഞാനമെങ്കിലും വേണ്ടേ? ഇത് വളരെ പ്രധാന കാര്യമാണിത്. അതുകൊണ്ട് ഞാൻ എൻ്റെ ജീവിതത്തിലെ എൻ്റെ അനുഭവം, അതിരാവിലെ ഉണരുക. ജ്ഞാനം 6:14 പറയുന്നത്, പ്രഭാതത്തിൽ ഉണർന്ന് അവളെ തേടുന്നവർക്ക് പ്രയാസം കൂടാതെ അവളെ കണ്ടുമുട്ടാം. അവൾ വാതിക്കൽ തന്നെ കാത്തു നിൽപ്പുണ്ട്. അതായത് ഒരാൾ നമ്മുടെ വാതിക്കൽ കാത്തു നിൽക്കണം. അതാണ് ജ്ഞാനത്തിൻ്റെ. അപ്പോൾ ജ്ഞാനം ലഭിക്കാൻ നിങ്ങളെല്ലാവരും പ്രാർത്ഥിക്കണം. മാത്രമല്ല കുറച്ച് നേരത്തെ ഉണരണം. അപ്പം അതിൽ 2 കോൺസെപ്റ്റാണുള്ളത്. ഒന്ന്, നമ്മൾ ഈശോയുടെ ശിഷ്യരാണെങ്കിൽ ഈശോയുടെ ഷെഡ്യൂൾ അനുസരിച്ച് നമ്മൾ നീങ്ങണം. ഈശോയുടെ ഷെഡ്യൂൾ എങ്ങനെയാ? ഈശോ എപ്പോഴാണ് എണീക്കണേ? 7 മണിക്കാണോ? അതാണ്. അത് മനസ്സിലാക്കിയാൽ മതി. അപ്പോൾ ഇപ്പോൾ മർക്കോസിൻ്റെ സുവിശേഷത്തെക്കുറിച്ച് അച്ഛൻ പറഞ്ഞില്ലേ? മർക്കോസിൻ്റെ സുവിശേഷം യേശുവിൻ്റെ ദൈവത്വത്തെക്കുറിച്ച് പറയുന്നതാണ്. മർക്കോസ് 1-ാം അധ്യായത്തിൽ പറയുന്നത് ദൈവപുത്രനായ യേശുവിൻ്റെ
സുവിശേഷം. അപ്പോൾ ഈ ദൈവപുത്രൻ്റെ ഡെയിലി സ്കെഡ്യൂളാണെന്നിട്ട് അവസാനം 1:35 പറയാണ്, അവൻ അതിരാവിലെ, മലയാളത്തിൽ എങ്ങനെയാണത്? അതിരാവിലെ എന്ന് മാത്രമല്ലോ, he raised up early in the morning before dawn. അതിനെന്താ ബിഫോർ ഡോൺ? അതായത് എനിവേ അതിരാവിലെ ഉണർന്ന് ഒരു വിജന സ്ഥലത്തേക്ക് പോയി പ്രാർത്ഥിക്കുമായിരുന്നു. അവിടെ അതിരാവിലെ എന്ന് പറഞ്ഞാൽ സൂര്യൻ ഉദിക്കുന്നതിന് മുൻപ് നമ്മൾ ഉണരണം. എനിവേ, അപ്പം ഇതിൻ്റെ ഇടയ്ക്ക് ഞാൻ ഊട്ടിൽ തേങ്ങാപ്പീര ചേർക്കണമാതിരി ഒന്ന് പറഞ്ഞതാണ്. നമ്മളെ ഈ വരങ്ങളെല്ലാം പ്രവർത്തിക്കുന്നതിൻ്റെ 2-3 പ്രധാന തത്വം. ഒന്ന്, ഒരു മെറ്റീരിയൽ ബെനിഫിറ്റിന് ഒരിക്കലും ഇത് ഉദ്ദേശിക്കരുത്, ഉപയോഗിക്കരുത്. ആത്മീയ ഉത്കർഷത്തിന് വേണ്ടി മാത്രമേ ഉപയോഗിക്കാവൂ. അപ്പോൾ ചിലർക്ക് ഇതൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ ഇപ്പം ഇല്ല, അല്ലെങ്കിൽ ഉണ്ട്. അതിനൊരു കാരണം ഇങ്ങനെയുള്ളതിനൊക്കെ ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ അത് കർത്താവ് തൽക്കാലത്തേക്ക് ഫ്രീസ് ചെയ്ത് വയ്ക്കും വരങ്ങൾ. നമ്മൾ ആത്മീയ ഉത്കർഷത്തിനല്ല ഉപയോഗിക്കണമെങ്കിൽ നമുക്ക് തെറ്റുപറ്റാം. അതുകൊണ്ട് ബെറ്റർ അത് തൽക്കാലം ഫ്രീസ് ചെയ്യും. അപ്പോൾ ഇപ്പോൾ നിങ്ങൾ അതിനെക്കുറിച്ച് അങ്ങനെ നമ്മൾ ചെയ്തു പോയിട്ടുണ്ടെങ്കിൽ അത് ക്ലാരിറ്റിയിലേക്ക് വരയില്ല. കർത്താവ് അത് അറിയാണ്ട് ചെയ്തു പോയതാണ്, ക്ഷമിക്കണം എന്ന് പറയുമ്പോൾ അത് ആക്ടിവേറ്റ് ആവും. പിന്നെ രണ്ടാമത്, നമ്മൾ ദർശനഫലത്തിൻ്റെ വ്യാഖ്യാനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ ഒരിക്കലും നമ്മുടെ മാനുഷിക ജ്ഞാനം ഉപയോഗിക്കാതെ വിവേകം, അതാണ് വിവേകത്തിൻ്റെ വചനം എന്നാണ് അതിന് പറയണത്. ദൈവത്തിൻ്റെ ജ്ഞാനത്തിലൂടെ പരിശുദ്ധാത്മാവെ വെളിപ്പെടുത്തി തരണേ. അതിനാണ് വെളിപാട് എന്ന് പറയുന്നത്. വെളിപാട് എന്ന് പറഞ്ഞാൽ റിവെയിലിംഗ്, മറഞ്ഞിരിക്കുന്നതിനെ റിവെയിൽ, മറഞ്ഞിരിക്കണതിനെ ഇങ്ങനെ കാണിച്ചു തരുന്നതിനാണ്. ഇത് കണ്ടോ, ഇപ്പം ഇത് വെയിൽ, റിവെയിൽ കണ്ടോ. ഇത്രയേ ഉള്ളൂ. ഇതാണ് ഈ വെയിൽ മാറ്റുന്നതാണ് പരിശുദ്ധാത്മാവ്. എല്ലാം നമ്മളിൽ തന്നിട്ടുണ്ട്, പക്ഷേ ഇറ്റ് ഈസ് അണ്ടർ വെയിൽ. ചിലപ്പോൾ മനസ്സിലായില്ലേ? അതാണ് റിവെയിൽ എന്ന് പറയുന്നത്. അപ്പോൾ അത് ദൈവത്തിൻ്റെ ജ്ഞാനമാണത്. ദൈവത്തിൻ്റെ ജ്ഞാനത്തിലൂടെ മാത്രമേ നമുക്കത് എളുപ്പം മനസ്സിലാവും. അതുകൊണ്ടാണ് പരിശുദ്ധാത്മാവിനെ നമുക്ക് നൽകിയിരിക്കുന്നത്. അപ്പം അതിൻ്റെ ഉപോത്ഫലകമായ ഒരു വചനമാണ് 1 കൊറിന്ത്യർ 2:9. ദൈവം തന്നെ സ്നേഹിക്കുന്നവർക്ക് കണ്ണ് കാണാത്തതും കാത് കേൾക്കാത്തതും മനുഷ്യ മനസ്സിൽ ഇന്നേ വരെ കേട്ടോ, എന്താണത്? 2:9 എഴുതപ്പെട്ടിരിക്കുന്നത് പോലെ 9, ദൈവം തന്നെ സ്നേഹിക്കുന്നവർക്കായി സജ്ജീകരിച്ചിരിക്കുന്നവ. ശ്രദ്ധിക്കണം, വളരെ ഓരോ വാക്ക് ശ്രദ്ധിക്കണം. കണ്ണുകൾ കാണുകയോ ചെവികൾ കേൾക്കുകയോ മനുഷ്യ മനസ്സ് ഗ്രഹിക്കുകയോ ചെയ്തിട്ടില്ല. അത് ഇന്നേ വരെ നമ്മളുടെ മനസ്സിൽ പ്രവേശിക്കാത്ത ചില കാര്യങ്ങളാണത്. ഇന്നേ വരെ നമ്മുടെ മനസ്സിൽ പ്രവേശിക്കാത്ത ചില കാര്യങ്ങൾ. എന്നാൽ എല്ലാവരും ഒന്ന് ഏറ്റു പറഞ്ഞ്, എന്നാൽ നമുക്ക് അതെല്ലാം ആത്മാവ് മുഖേന ഉണ്ടോ റിവീലിംഗ്, വെളിപ്പെടുത്തി തരുന്നു. ഉണ്ടോ? അതായത് നമ്മൾ ഇന്നേ വരെ ചിന്തിക്കാത്ത കാര്യം, നമ്മുടെ മനസ്സിൽ ഇന്നേ വരെ പ്രവേശിക്കാത്ത കാര്യം, ഇന്നേ വരെ കേൾക്കാത്ത കാര്യം ഒന്ന് ആലോചിച്ച് നോക്കി. നിങ്ങളെല്ലാവരും വളരെ വലിയ ശുശ്രൂഷയിലേക്ക് വിളിക്കപ്പെട്ടിരിക്കുന്നവരാണ്. അപ്പോൾ നിങ്ങളെ സംബന്ധിച്ച് ദൈവം ഒരുക്കിയിരിച്ചിരിക്കുന്നതാ, നിങ്ങൾക്ക് വേണ്ടി ഒരുക്കി വച്ചിരിക്കുന്നവ കണ്ണ് കാണുകയോ
കാത് കേൾക്കുകയോ മനുഷ്യ മനസ്സിൽ ഇന്നേ വരെ മനുഷ്യ മനസ്സ് ഗ്രഹിക്കുകയോ ചെയ്തിട്ടില്ല. എന്നാൽ പക്ഷേ നമുക്ക് ദൈവം അതെല്ലാം ആത്മാവ് മുഖേന വെളിപ്പെടുത്തി തന്നിരിക്കുന്നു. എന്തെന്നാൽ, ഇനി അടുത്ത് കേട്ടോ എല്ലാവരും ഉച്ചത്തിൽ, എന്തെന്നാൽ ആത്മാവ് എല്ലാ കാര്യങ്ങളും ദൈവത്തിന്റെ നിഗൂഢ രഹസ്യങ്ങൾ വരെ അന്വേഷിച്ച് കണ്ടെത്തുന്നു. മനസ്സിലായോ? ആ ദൈവത്തിന്റെ രഹസ്യങ്ങൾ കണ്ടെത്തി നമുക്ക് പറഞ്ഞു തരുന്നു. ആലോചിച്ച് നോക്കിയേ, അത്രയ്ക്ക് വിലപ്പെട്ടതും അത്രയ്ക്ക് മനോഹരവും അത്രയ്ക്ക് വിസ്മയാവഹവുമാണ് നമുക്ക് കിട്ടിയിരിക്കുന്ന ദർശനങ്ങളൊക്കെ. ഇപ്പം ഞങ്ങൾ ഈ കണ്ട ദർശനങ്ങളെല്ലാം ഇനി നമ്മൾ വീണ്ടും പ്രാർത്ഥിക്കുമ്പോഴാണ് അത് ഓരോന്നിൻ്റെയും അകത്ത് അടങ്ങിയിരിക്കുന്ന ദൈവത്തിൻ്റെ കാഴ്ചപ്പാട് നമുക്ക് ഇങ്ങനെ വിസ്മയാവഹമായിട്ടുള്ളത് മനസ്സിലാക്കാൻ പറ്റണം. അപ്പോൾ അതാണ് ഈ വേർഡ് ഓഫ് വിസ്ഡം, വേർഡ് ഓഫ് നോളജ്. ഈ പെട്ടെന്ന് കാണുന്ന അത് ദർശനം. എന്നാൽ അതിൻ്റെ ഉള്ളടക്കം, അതിൻ്റെ രഹസ്യങ്ങൾ, വിസ്മയാവഹമായിട്ട് രഹസ്യങ്ങൾ, അതിലടങ്ങിയിരിക്കുന്ന ദൈവത്തിൻ്റെ നിഗൂഢാത്മകമായ കാര്യങ്ങൾ നമ്മൾക്ക് മനസ്സിലാക്കി തരും. അപ്പോൾ അതിലേക്ക് നമുക്ക് മുന്നോട്ട് പോകാം. മീൻവൈൽ മൂന്നാമത്തെ ആൾ റിപ്പോർട്ട് ചെയ്യാം. എൻ്റെ പേര് ഡാരസ്, തൃശ്ശൂരിൽ നിന്ന് വരുന്നു. ഞങ്ങളുടെ ഗ്രൂപ്പിൽ 3-4 പേരാണ് ഉണ്ടായിരുന്നത്. പിന്നെ 6 പേരുണ്ട്. 3-4 പേരാണ് ആദ്യാവസാനം ഉണ്ടായുള്ളൂ. പിന്നെ വ്യാഖ്യാനമൊന്നും അങ്ങനെ അധികം ലഭിച്ചിട്ടില്ല. ആദ്യം ഞങ്ങൾ മിറിയാമിന് വേണ്ടിയിട്ടാണ് പ്രാർത്ഥിച്ചത്. അപ്പോൾ ആദ്യം ഇങ്ങനെ വിവാഹവസ്ത്രം കാണുന്നു എന്നുള്ളൊരു മെസ്സേജ്, പിന്നെ ചില വചനങ്ങൾ ഓർമ്മയിലേക്ക് മനസ്സിലേക്ക് വരികയാണ്. വിഷയനായിട്ട് കിട്ടിയതല്ല, നേരത്തെ പറഞ്ഞ പോലെ. വിളിക്കും മുൻപേ ഞാൻ നിനക്ക് ഉത്തരമരുളും, നീ പ്രാർത്ഥിച്ച് തീരും മുൻപേ ഞാനത് കേൾക്കും എന്നുള്ള വചനം. പിന്നെ റോഡ് സൈഡിൽ ചെറിയ ചെറിയ കടകളിങ്ങനെ ഉള്ള അങ്ങനെ ഒരു ദർശനം. കുറേ ഇങ്ങനെ ചെറിയ ചെറിയ കടകളിങ്ങനെ വിൽക്കാനായിട്ട് വെച്ച് അങ്ങനെയുള്ളൊരു ദർശനം. അതിൻ്റെ വ്യാഖ്യാനമൊന്നും അറിയില്ല. പിന്നെ അതുപോലെ വിശ്വസിച്ചാൽ നീ ദൈവമഹത്വം ദർശിക്കും എന്നുള്ള വചനം. അതുപോലെ എഫ്രായിം, നീ എൻ്റെ വത്സല പുത്രനല്ലേ, എൻ്റെ ഓമനക്കുട്ടൻ എന്നുള്ള ആ വചനം. ഇത്രയും കാര്യങ്ങളാണ് മിറിയാമിന് പ്രാർത്ഥിച്ചപ്പോൾ കിട്ടിയത്. പിന്നെ നെക്സ്റ്റ് ജോൺ സി സാറിനെ പ്രാർത്ഥിച്ചു. അപ്പോൾ ആദ്യം തന്നെ അദ്ദേഹത്തിൻ്റെ ഫാമിലി പ്രൊഫൈൽ ഫോട്ടോ കാണുന്നു എന്നുള്ള ഒരു ദർശനമാണ് കിട്ടിയത്. പിന്നെ ഒരു വചനം കിട്ടിയത്, അവനിൽ നിന്നും ശക്തി പുറപ്പെട്ട് അവരെ സൗഖ്യപ്പെടുത്തി എന്നുള്ള. പിന്നെ അമ്മ എന്നുള്ള ഒരു കാര്യം എന്താണെന്ന് അറിഞ്ഞൂടാ, പക്ഷെ അമ്മ എന്നുള്ളൊരു ചിന്ത, അമ്മ എന്നിങ്ങനെ കാണുന്ന പോലെ പറഞ്ഞു. പിന്നെ അവൻ്റെ സന്നിധിയിൽ ആനന്ദത്തിൻ്റെ പൂർണ്ണതയുണ്ടെന്നുള്ളൊരു വചനം വന്നു. പിന്നെ പള്ളി കാണുന്നുണ്ടായിരുന്നു, പള്ളിയുടെ ഒരു മുൻഭാഗം, ഏതോ ഒരു പള്ളി, പക്ഷെ എന്താണെന്ന് അറിയില്ല. പിന്നെ സ്കൂളുമായി ബന്ധപ്പെട്ട് എന്തോ ഉള്ള പോലെ ഒരു ഇത് കിട്ടി. ഇപ്പോൾ മോള് സൺഡേ സ്കൂളിൽ പഠിപ്പിക്കുന്നുണ്ടെന്ന് പറഞ്ഞു അദ്ദേഹത്തിൻ്റെ. പിന്നെ ഒരു പൂവൻ കോഴിയുടെ ഒരു ഇമേജ്. പിന്നെ ഒരു വചനം, അന്യഗ്രഹത്തിൽ 1000 ദിവസത്തേക്കാൾ അവിടുത്തെ സന്നിധിയിൽ ഒരു ദിവസമായിരിക്കുന്നു കൂടുതൽ നല്ലതെന്നുള്ള ഒരു വചനം ഒരാൾക്കിന് വന്നു. അതാർക്കാ കിട്ടിയേ? ആർക്ക് വേണ്ടിയാണ് കിട്ടിയത്? ജോൺ സി സാർ.
പിന്നെ എനിക്ക് വേണ്ടിയിട്ടാണ് പ്രാർത്ഥിച്ചത്. കുറേ സാന്റാക്ലോസ്മാരിങ്ങനെ നിൽക്കുന്ന പോലെ കണ്ടു. പിന്നെ ഞാൻ റിസർച്ച് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഒരാൾക്ക് ഇങ്ങനെ കിട്ടി, റിസർച്ചിനെ അനുഗ്രഹിക്കണമെന്നുള്ള ഒരു മെസ്സേജ് കിട്ടി. പിന്നെ തലവേദന, ഒരാൾക്ക് തലവേദന അങ്ങനെ ഫീൽ ചെയ്തു, അങ്ങനെ തോന്നി. അപ്പോൾ എനിക്ക് ശരിക്കും തലവേദന നന്നായിട്ടുള്ള ആളാണ്. അപ്പോൾ അത് തലവേദന കാരണം ഞാൻ നന്നായി ബുദ്ധിമുട്ടാറുണ്ട്. അപ്പോൾ എപ്പോഴും ഇങ്ങനെ തലയുടെ വെയിൻസ്, ഒരു അസ്വസ്ഥത എനിക്ക് എപ്പോഴും ഫീൽ ചെയ്യണ ഒരു ആളാണ്. എനിക്ക് ടെൻഷൻസ് ഉള്ള ആളാണ്, നല്ല ടെൻഷനുള്ള ആളാണ്. അപ്പം അതിൻ്റെ ഉണ്ടാവാം. പിന്നെ ജ്ഞാനത്തിന് വേണ്ടി ചോദിക്കുക എന്നുള്ളൊരു മെസ്സേജ് കിട്ടി. കർത്താവ് ജ്ഞാനം നൽകുന്നതായി അങ്ങനെ കാണുന്നു എന്നുള്ള. പിന്നെ വേറൊരാൾക്ക് കിട്ടിയത് വലത്തെ കൈ പുറകോട്ട് പിടിക്കുന്നു എന്നുള്ള ഒരു വചനം, ഒരു കാര്യം. പിന്നെ വിശുദ്ധ കുർബാന എന്നുള്ള ഒരു കോൺസെപ്റ്റ് കിട്ടി. പിന്നെ ഒരാൾക്ക് കിട്ടിയത് ഞാൻ നിനക്ക് 10 പുത്രന്മാർക്ക് തുല്യമല്ലേ എന്നുള്ള ചോദിക്കുന്ന പോലെ ഫീൽ ചെയ്തു. പിന്നെ അങ്ങനെ പറഞ്ഞു, ദാവീദിനെ അഭിഷേകം ചെയ്തതുപോലെ അഭിഷേകം ചെയ്യുന്നു എന്ന് പറഞ്ഞു. പിന്നെ നെക്സ്റ്റ് ടെസി ചേച്ചിക്കാണ് പ്രാർത്ഥിച്ചത്. അപ്പോൾ ഒരു വചനം ടെസി ചേച്ചിക്ക് വന്നത് ദിനവൃത്താന്ത പുസ്തകത്തിലാന്ന് തോന്നുന്നു. തൻ്റെ മുൻപിൽ നിഷ്കളങ്കരായി വർത്തിക്കുന്നവർക്ക് വേണ്ടി ശക്തി പ്രകടിപ്പിക്കാൻ ദൈവത്തിൻ്റെ കണ്ണുകൾ ഭൂമിയിലുടനീളം പായുന്നു എന്നുള്ളൊരു വചനം ഓർമ്മ വന്നു. പിന്നെ വേറൊരാൾക്ക് ഇങ്ങനെ ഞാൻ നിൻ്റെ ദൈവമല്ലേ എന്നിങ്ങനെ പറയുന്ന പോലെ ഉള്ളൊരു ഇത്. പിന്നെ ഒരു ടോർച്ച് ബാറ്റൺ പിടിച്ച് അനേകർക്ക് വെളിച്ചം കാണിക്കുന്നു എന്നുള്ളൊരു ഇത്. പിന്നെ പുഴയുടെ വെള്ളം ഇല്ലാത്ത ഭാഗത്ത് വെള്ളം വന്ന് നിറയുന്ന പോലെ. ഇത് കഴിഞ്ഞ് പിന്നെ മേരി ചേച്ചി വന്നപ്പോഴേക്കും സമയം കഴിഞ്ഞു. മേരി ചേച്ചിക്ക് വന്ന് ജസ്റ്റ് പ്രാർത്ഥിച്ചു തുടങ്ങിയപ്പോൾ തന്നെ വചനത്തിൻ്റെ അഭിഷേകം നന്നായിട്ട് കിട്ടുന്നുണ്ട്. പിന്നെ അതുപോലെ വചനം ഇങ്ങനെ വയലിൽ വിളഞ്ഞു കിടക്കുന്ന പോലെ ഉള്ളൊരു ദർശനം കിട്ടി. അപ്പോൾ അത് കഴിയുമ്പോഴേക്കും സമയം പെട്ടെന്ന് കഴിഞ്ഞു. അപ്പോൾ കംപ്ലീറ്റ് ആക്കാൻ പറ്റിയില്ല. ഓക്കെ, താങ്ക് യു. നമുക്ക് കൈയടിച്ച് കർത്താവിൽ നന്ദി പറയാം. അപ്പോൾ ഇൻ ജനറൽ വളരെ പ്രോത്സാഹജനകമാണ് നിങ്ങളുടെ റിപ്പോർട്ടുകളെല്ലാം. അത് തീർച്ചയായിട്ടും നിങ്ങളെല്ലാം വളരെ വളർന്ന ശുശ്രൂഷകരാണ്, സാധാരണ ആൾക്കാരല്ല എന്നുള്ളത് ഇതിനകത്ത് കൃത്യമാണ്. ഇനി ഇത് ശരിക്കും പറയുകയാണെങ്കിൽ പ്രാക്ടീസ് മേക്സ് പെർഫെക്റ്റ് എന്നുള്ളത് വളരെ, നമ്മൾ ഇത് പ്രാക്ടീസ് ചെയ്യാനായിട്ട് അതിന് ഒരു വാതാവരൻ എന്ന് പറയും. വാതാവരൻ, അത് മലയാളമാണോ ഹിന്ദിയാണോ? വാതാവരൻ രണ്ടിലും ഉപയോഗിക്കാം ഇല്ലേ? വാതാവരൻ അതായത് ഒരു അറ്റ്മോസ്ഫിയർ, ഒരു ആംബിയൻറ്റ്. അതിന് ഉദാഹരണം ഇതാണ്. ഇപ്പോൾ വള്ളം ഉണ്ടെങ്കിൽ വള്ളം കളിക്കുന്നതിന് വേണ്ട വാതാവരണം എന്താ? വെള്ളം വേണം. വെള്ളമില്ലാണ്ട് വള്ളം ഉണ്ടാകേണ്ട കാര്യമുണ്ടോ? ചിലവരൊക്കെ വള്ളം പുറകിൽ കെട്ടിവെച്ച് ട്രെയിലറിന് കൊണ്ടുപോകണം കണ്ടിട്ടില്ലേ, വെള്ളം അന്വേഷിച്ചിട്ട്. എന്ന പോലെ ഇപ്പം നിങ്ങൾ നോക്കി, ഇതേമാതിരി ഒരു വാതാവരണം നിങ്ങൾക്ക് എവിടെയെങ്കിലും കിട്ടുമോ? ഉണ്ടോ? ഈ വരദാനങ്ങൾക്ക് വേണ്ടി ദാഹിച്ച് പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞ് ഒരു അറ്റ്മോസ്ഫിയറിൽ ഇത് പ്രാക്ടീസ് ചെയ്യണം. എവിടെ 3-4 പേർ ഒരുമിച്ച് കൂടുമ്പോൾ ഇത് ചെയ്യാവുന്നതാണ്. പക്ഷെ ആ വാതാവരണം ഉണ്ടാവില്ല. നമ്മൾ ക്ലബിലോ അല്ലെങ്കിൽ മഹലിലോ അല്ലെങ്കിൽ വേറെ എവിടെയെങ്കിലുമൊക്കെ പോയാൽ വേണമെങ്കിൽ വന്ന ഒരു കോർണർ റിപ്പോർട്ട് നമുക്ക് ചെയ്യാൻ ഇവിടെ ഇരുന്ന് വരദാനങ്ങളെ എക്സസൈസ് പ്രാർത്ഥിക്കാൻ വേണമെങ്കിൽ പറ്റുമായിരിക്കും. പക്ഷേ വി ആർ നോട്ട് ഡൂയിങ് ഇറ്റ്. നമ്മളിത് ചെയ്യുന്നില്ല. അപ്പോൾ ഇനി അടുത്തത് നമ്മൾ ഈ ഗ്രൂപ്പിനെ ഷഫിൾ ചെയ്യാം. അപ്പം കുറേ പേര് അത് കഴിഞ്ഞിട്ട് വന്നു. ആ ഷഫിളിംഗ് എന്ന് പറഞ്ഞാൽ ഒരു പണിയാണത്. ഒരു പേനയുണ്ടോ? 4 ഗ്രൂപ്പാക്കാം. ഇനി എന്നാലും ഈ ആദ്യത്തെ ഗ്രൂപ്പിനെ പേന താങ്ക് യു. ഇന്ന് ഒരു കടലാസം തായോ?
ഒരു പേപ്പർ ഇതാ. അപ്പം ഈ ഒന്നാമത്തെ ഗ്രൂപ്പ് ഒന്ന് എഴുന്നേറ്റ് നിന്നേ. ഒന്നാമത്തെ ഗ്രൂപ്പ്, താങ്ക് യു. ഒന്നാമത്തെ ഗ്രൂപ്പുകാരെ എഴുന്നേറ്റ് നിൽക്കുക. ഇത് നമ്മൾ 4 ഗ്രൂപ്പ് ആകാൻ പോവുകയാണ്. സോ യുവർ ന്യൂ നമ്പർ ഇതാണ്. നമ്പർ 1, 2, 3, 4, 4 അല്ലേ? 4 ഗ്രൂപ്പ്. 4 അഗെയിൻ 1, 2. ഇനി ഗ്രൂപ്പ് നമ്പർ 2 നിങ്ങൾ ഇരിക്കാം. ഇപ്പം നിങ്ങളുടെ പുതിയ നമ്പറും മനസ്സിലാക്കണം. ഗ്രൂപ്പ് നമ്പർ 2 നേരത്തെ ഉണ്ടായത് ഗ്രൂപ്പ് നമ്പർ 2 എനിക്കാം. ഗ്രൂപ്പ് നമ്പർ 2ൽ നോ യു ആർ നമ്പർ 3. ഈ പുതിയ നമ്പർ 3, 4. 1, 2, 3, 4. ഓക്കെ. 4. അപ്പോൾ അമ്മച്ചി 1. അപ്പോൾ നേരത്തെ ഗ്രൂപ്പ് നമ്പർ 3 എഴുന്നേറ്റ് നിൽക്കാം. ഗ്രൂപ്പ് നമ്പർ 3, നമ്പർ 2, 3, യു ആർ 4. പിന്നെ 1, 2, മേരി 3. ഓക്കെ. 3 അല്ലേ? പിന്നെ അടുത്തത് 4 ആയിരിക്കണം. യു ക്യാൻ സിറ്റ്. ഇനി ഈ ഗ്രൂപ്പുകളിൽ ഇല്ലാതിരുന്നവരൊന്ന് എഴുന്നേറ്റ് നിന്ന്. ഇപ്പോൾ ഈ ഗ്രൂപ്പുകളിൽ ഇല്ലാതെ ഇരുന്നവർ നേരത്തെ എല്ലാവരും ഇപ്പോൾ ഇതിനകത്തുണ്ടോ? എല്ലാവരും കവേർഡ്? ഓക്കെ. അപ്പോൾ ഇനി ഈ പുതിയ നമ്പറിൽ ഗ്രൂപ്പ് നമ്പർ 1 എഴുന്നേറ്റ് നിൽക്കാം. ഗ്രൂപ്പ് നമ്പർ 1. സോ യു ക്യാൻ ഗോ ടു ദാറ്റ് കോർണർ, എക്സ്ട്രീം ദാറ്റ് സൈഡ്. ഗ്രൂപ്പ് നമ്പർ 2 ഈ റൈറ്റ് സൈഡ് കോർണറിൽ പോകാം. ഗ്രൂപ്പ് നമ്പർ 3 ഇവിടെ ഈ ലെഫ്റ്റ് സൈഡിൽ നിൽക്കാം. ഇവിടെ. ഗ്രൂപ്പ് നമ്പർ 4 ഈ റൈറ്റ് സൈഡിൽ ഇവിടെ. ഇനി നിങ്ങൾ ഗ്രൂപ്പായിട്ടിരുന്നിട്ട് നിങ്ങൾ കൈകോർത്ത് പിടിച്ച് ആത്മാർത്ഥമായിട്ട് പരിശുദ്ധാത്മാവിൻ്റെ ഒരു പുത്തൻ അഭിഷേകത്തിനായിട്ട് പ്രാർത്ഥിക്കണം. ഓഫി അല്ലേ?